ഓക്കെ, വെരി ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും സിജിയുടെ സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് സിജി എന്ന് പറയുമ്പോൾ കരിയർ ഗൈഡൻസ് ആൻഡ് സൊസൈറ്റിയുടെ ഓവറോൾ ഉന്നമനത്തിന് വേണ്ടി സാമൂഹിക, വിദ്യാഭ്യാസ, സാംസ്കാരിക ഉന്നമനത്തിലേക്കുള്ള പലതരത്തിലുള്ള പ്രോഗ്രാംസുകളും പ്രൊജക്റ്റുകളും ഒക്കെ നടത്തുന്ന ഒരു NGO ആണ് സിജി. ചേവായൂർ അതിൻ്റെ ആസ്ഥാനം, ജില്ലകളിലൊക്കെ ഓഫീസുണ്ട്. ആസ്ഥാനത്തെ ഓഫീസ് പോലെ തന്നെ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് മലപ്പുറത്താണുള്ളത്. അപ്പം നിങ്ങൾക്ക് സിജിയുടെ വിവിധ പ്രൊജക്റ്റുകളെ കുറിച്ച് അറിയാനും ഇതേപോലെയുള്ള കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിങ്ങിന്റെ സിജിയുടെ ഫ്രീ സർവീസ് നിങ്ങൾ എടുക്കുന്നതോടൊപ്പം സിജി സോഷ്യൽ സർവീസിന് വേണ്ടി നടത്തുന്ന വിവിധ പ്രോഗ്രാമുകളെ കുറിച്ച് അറിയാനൊക്കെ സിജിയുടെ cigi.org എന്ന് പറഞ്ഞ വെബ്സൈറ്റ് സന്ദർശിച്ച് സിജിയെക്കുറിച്ച് കൂടുതൽ അറിയാം. ഒപ്പം സിജിയുടെ ഓഫീസുകളൊക്കെ സന്ദർശിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള കോർഡിനേറ്റേഴ്സിനായിട്ടും ഓഫീസേഴ്സായിട്ടൊക്കെ നിങ്ങൾക്ക് സംസാരിച്ച് സാമൂഹ്യ സേവനത്തിന് എന്തെങ്കിലും നിങ്ങളുടേതായ ഒരു പാർട്ടും കൂടെ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കയ്യൊപ്പും കൂടെ വേണം, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അടയാളപ്പെടുത്തൽ ഉണ്ടാക്കാൻ വേണ്ടി, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി മാത്രമുള്ള ഒരു ജീവിതത്തിനപ്പുറത്തേക്ക് സൊസൈറ്റിക്കും കൂടെ വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒക്കെ ഒരുപാട് ധാരാളം ആളുകൾ ഉണ്ടാവും. കുട്ടികൾക്ക് വേണ്ടിയുള്ള സെഷൻ എന്ന് പറയുമ്പോൾ കുട്ടികളോടൊപ്പം എപ്പോഴും ഇതിപ്പോൾ നമ്മുടെ ഇതിൽ ഒരു 35-40 പേരുണ്ടെങ്കിൽ അവരോടൊപ്പം എപ്പോഴും അവരുടെ പാരൻസും കൂടെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അവർക്കും കൂടെ കുട്ടികളിപ്പം 11th 12th ഒക്കെ ഉള്ള കുട്ടികൾക്കാകുമ്പോൾ ഒരുപാടൊന്നും ഇതിനകത്ത് ചെയ്യാനുണ്ടാവില്ല. അപ്പൊ പാരൻസും സിബ്ലിങ്സും ഒക്കെ ഉള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ, സോഷ്യൽ സർവീസ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും സിജി എന്നും കൂടെ ഞാൻ സന്ദർഭോചിതമായി നിങ്ങളെ ഉണർത്തുകയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ എല്ലാ ഞായറാഴ്ചകളിലും സിജി ഇങ്ങനെയുള്ള ഓരോ വിവിധ ടോപ്പിക്കുകളെ ആസ്പദമാക്കി ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ, സെഷൻസുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഓരോ സ്പീക്കേഴ്സും വന്ന് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു 30 minutes ഒരു ഇന്ററാക്ഷനും ഒരു പ്രസന്റേഷനും അതിനുശേഷം നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഇന്ററാക്ഷൻസും ആണ് സാധാരണ ഉണ്ടാവാറുള്ളത്. അപ്പൊ അതിൽ ഇന്നത്തെ ഈ ടോപ്പിക്ക് നമ്മൾ റെലവെന്റ് ആയിട്ടുള്ള ഏറ്റവും അതാത് സമയങ്ങളിൽ വരുന്ന ടോപ്പിക്കുകളാണ് സെലക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ജനുവരി 30 വരെ അപേക്ഷിക്കാൻ വേണ്ടി ഇപ്പം +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അപേക്ഷിക്കാനുള്ള കേരള എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കുള്ള പരീക്ഷയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ഞായറാഴ്ച നിങ്ങളുടെ പലവിധ തിരക്കുകൾ മാറ്റിവെച്ച് സിജിയുടെ ഇങ്ങനെയുള്ള പ്രോഗ്രാം ഉണ്ട് എന്നറിഞ്ഞ് അതിലേക്ക് വരികയും അതിന്റെ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത് ഇവിടെ ഓൺലൈനായിട്ടിരിക്കുന്ന എല്ലാ വിനീതമായ നമസ്കാരം. ഇപ്പൊ നമ്മൾ ഇനിയിപ്പോ നമുക്ക് ടോപ്പിക്കിലേക്ക് കയറാം. കുറച്ചു സമയം ടോപ്പിക് ഒന്ന് എന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ ഒന്ന് വിശദമായിട്ട് അറിഞ്ഞതിന് ശേഷം നിങ്ങളുടെ സംശയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുമാവാം, അതിനപ്പുറത്തേക്കുള്ള സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മള് കീം എന്ന് പറയുന്ന ഈ പരീക്ഷയെക്കുറിച്ച് ധാരാളം കേൾക്കുന്നതാണ്, നമ്മളെന്നും പക്ഷെ എന്നാലും ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടുന്ന ഒരു പരീക്ഷയും ഒരു എൻട്രൻസിന്റെ ഒരു പേരും ഒരു അഡ്മിഷൻ പ്രോസസ്സിനുള്ള ഒരു പേരും ഒക്കെ ആണെങ്കിലും ചില സമയത്ത് നമുക്ക് അത് മിസ്സായി പോവുക, അതിലുള്ള എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കറക്റ്റ് അറിയാത്തതിന്റെ പേരിൽ കുട്ടികൾക്ക് അതിലേക്കുള്ള അഡ്മിഷന് വേണ്ടി ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയാം. എന്ന് പറഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്ത് ഞാൻ അന്നത് ചെയ്തില്ല, അപ്പൊ ഇനി എന്താ ചെയ്യാന്ന് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ എനിക്കത് പോവാലോ എന്ന് ചോദിക്കുമ്പോൾ മോനോ മോളോ അത് ചെയ്തിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അത് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ഒരു ഇനി ചെയ്യാത്തത് കൊണ്ട് പോവാൻ പറ്റൂല എന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ നമുക്ക് കരിയർ കൗൺസിലേഴ്സിന് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ഇത് എങ്ങനെയൊക്കെ ആയാലും നമ്മൾ തന്നെ കുറേ പ്രോഗ്രാമുകൾ സിജിയുടെ എല്ലാ ചാപ്റ്ററുകൾ വഴിയും അല്ലാത്ത രീതികളിലൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും വീണ്ടും പിന്നെയും ഇത് ചെയ്യാൻ കാരണം ഇതും കൂടെയാണ്. ഏറ്റവും താഴെ തട്ടിലേക്ക് ഇത് ആവശ്യക്കാരിലേക്ക് ഏറ്റവും ആവശ്യമുള്ള ആരൊക്കെ ഉണ്ടോ അവരിലേക്കൊക്കെ എത്തിക്കണം എന്നുള്ള ഒരു ഉദ്യമം കൂടെ അതിന്റെ പിന്നിലുണ്ട്. എന്ന് പറയുമ്പോൾ സിജിയുടെ ഈ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സർവീസിന്റെ ആ പ്രൊജക്ടിന്റെ ഒരു സ്ലോഗൻ തന്നെ നോ സ്റ്റുഡന്റ് ലെഫ്റ്റ് അൺഗൈഡഡ്. ഗൈഡൻസ് കിട്ടാത്തതിന്റെ പേരിൽ ആർക്കും ഒരു ചാൻസും ഒരു അവസരങ്ങളും നഷ്ടപ്പെടരുത്, ഒരു ചാൻസും മിസ്സാവരുത്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാ ദിവസങ്ങളിലും ഓഫീസുകളിലും അല്ലാത്ത തരത്തിലും ഒക്കെ കൊടുത്തിട്ടും ഇങ്ങനെ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ എല്ലാവരും ഫുൾ ബിസി ഉള്ള ഒരു ദിവസമാണ്. എന്നിരുന്നാലും അതിൽ നിന്നും കുറച്ച് സമയം, ഒരു 1 hour ഇതിനു വേണ്ടി മാത്രം മാറ്റി വെച്ചുകൊണ്ട് ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ സിജി സംഘടിപ്പിക്കുന്നത്. സിജിയുടെ എല്ലാ പ്രോഗ്രാമുകളിലും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും നമ്മളുടെ ഒരു ഇടപെടലിൽ കൂടെ സമൂഹത്തെ ഉന്നമനത്തിലേക്ക് എത്തിക്കാനും നമുക്ക് പറ്റുക. ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് കയറാണ്.
കീം 2026 അതാണ് നമ്മുടെ സാർ പറഞ്ഞത് ഇന്ന് ചെയ്യാനുള്ള ടോപ്പിക്. അപ്പൊ എന്താണ് കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ കേരള അപ്ലിക്കേഷൻ ക്ഷണിക്കുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ കം അപ്ലിക്കേഷൻ പ്രോസസ്, ഇത് രണ്ടും കൂടെയാണ് കീം. വെറും ഒരു എൻട്രൻസ് എക്സാമിനേഷൻ മാത്രമല്ല ഇതിനകത്തുള്ളത്, എക്സാമിനേഷൻ ഇല്ലാതെ അപ്ലിക്കേഷന് വേണ്ടി മാത്രം കുറച്ച് കോഴ്സുകൾക്കും ഈ പരീക്ഷ അപ്ലൈ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അത് ചില കുട്ടികൾക്ക് ഒരു പക്ഷേ നല്ല രീതികളിൽ പ്രിപ്പയർ ചെയ്ത് വളരെ നല്ല രീതികളിൽ പരീക്ഷകളൊക്കെ എഴുതിയിട്ട് ഇത് അപേക്ഷിക്കണം അല്ലെങ്കിൽ ഇത് അപേക്ഷിച്ചാലേ കിട്ടൂ എന്ന് അറിയാത്തത് കൊണ്ട് മിസ്സാവാറുണ്ട്. നമുക്ക് എന്താണെന്നുള്ളത് ഞാൻ ഇനി നെക്സ്റ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ ഇത് എന്തിനു വേണ്ടിയാണ് ഈ പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അഡ്മിഷൻ ടു കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, ആർക്കിടെക്ചർ കോഴ്സ്, ഫാർമസി കോഴ്സ് ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ, ഈ 5 ഏരിയകളിലേക്കുമുള്ള അഡ്മിഷന് വേണ്ടി ജനറലി കീം പരീക്ഷ വേണം. ഇതിൽ ചില കോഴ്സുകൾക്ക് അഡ്മിഷൻ മാത്രമല്ല അഡ്മിഷൻ പ്രോസസ്സിന് മാത്രമല്ല റാങ്കിങ് പ്രോസസ്സിനും ഈ പരീക്ഷ നമ്മൾ കൃത്യമായിട്ട് എഴുതിയാൽ മാത്രമേ അഡ്മിഷനും റാങ്കിങ് പ്രോസസ്സും നടക്കുകയുള്ളൂ. ചില കോഴ്സുകൾക്ക് പരീക്ഷ എഴുതാതെ വേറെ ഒരു പരീക്ഷ എഴുതിയിട്ട് ഈ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ അഡ്മിഷൻ പ്രോസസ്സുകൾ നടക്കുള്ളൂ. എന്ന് പറയുമ്പോൾ അതിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി, ഈ 2 കോഴ്സുകൾ കേരളത്തിലെ കോളേജുകളിൽ അഡ്മിഷൻ വേണമെന്നൊരു കുട്ടിക്ക് ഉണ്ടെങ്കിൽ കീം അപേക്ഷിച്ച് കഴിഞ്ഞിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്യണം. ഏതൊക്കെ പരീക്ഷകളാണോ അതിന് വേണ്ടത് ആ പരീക്ഷകൾ അറ്റൻഡും കൂടെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ റാങ്കും കൗൺസിലിംഗ് പ്രോസസ്സും ഒക്കെ നടക്കുകയുള്ളൂ. അതേ സ്ഥാനത്ത് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്കും ആർക്കിടെക്ചർ കോഴ്സുകൾക്കും നമുക്ക് ഈ പരീക്ഷ, ഇപ്പം നമ്മൾ ഈ കീം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കൊടുക്കുന്നതോടുകൂടി വരുന്ന എക്സാമിനേഷൻ അവർ എഴുതേണ്ട ആവശ്യമില്ല. അവർക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് വേറെ പരീക്ഷയാണ് എഴുതാനുള്ളത്. അത് മെഡിക്കൽ കോഴ്സുകൾക്കാണെങ്കിൽ നമുക്ക് നീറ്റ് എന്ന് പറയുന്ന പരീക്ഷയാണ് എഴുതേണ്ടത്. ആർക്കിടെക്ചർ കോഴ്സുകൾക്ക് നാറ്റ എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിനേഷനും കൂടെ എഴുതണം. ആ 2 പരീക്ഷകളും എഴുതുകയും ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അതാത് സമയങ്ങളിൽ സ്കോർ എൻട്രി ചെയ്യുകയാണെങ്കിൽ സ്കോർ, അപ്ലിക്കേഷൻ നമ്പർ എൻട്രി ചെയ്യേണ്ട സ്ഥലത്ത് അപ്ലിക്കേഷൻ നമ്പറുകൾ, ഇതൊക്കെ എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് കീം എന്ന് പറഞ്ഞാൽ ജനറലി നമുക്ക് പറയാനുള്ളത്. ദെൻ നമുക്ക് വരുന്നത് പിന്നെ അതാണ് ഇപ്പം ഞാൻ പറഞ്ഞത്, കീം ഈസ് ഫോർ എന്തിനാണ്, അഡ്മിഷൻ ടു എഞ്ചിനീയറിംഗ് കോഴ്സസ്, അഡ്മിഷൻ ടു ഫാർമസി കോഴ്സസ് നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് അപ്പിയർ ചെയ്യണം. അഡ്മിഷൻ ടു മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസുകൾക്കും ആർക്കിടെക്ചർ കോഴ്സിനും അലോട്ട്മെന്റ് പ്രോസസ്സിന് വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം അലോട്ട്മെന്റ് പ്രോസസ്സിലേക്ക് നമ്മൾ ഇത് ഉപയോഗിക്കുന്ന കോഴ്സുകൾ മെഡിക്കൽ ആൻഡ് അലൈഡും ആർക്കിടെക്ചറും ആണ്. ദെൻ നമുക്ക് അതിനുവേണ്ടി ഇപ്പം അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ജനുവരി 31 വരെ 31 തീയതി വരെ നമുക്കൊരു കുട്ടിക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഡോക്യുമെന്റ്സുകൾ ഒന്നും കൃത്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല, അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ എങ്കിൽ അതിനുള്ള സമയം ഫെബ്രുവരി 7 തീയതി വരെ നമ്മളുടെ റിസർവേഷന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റിൽ അപ്ലോഡ് ചെയ്യാനുള്ള സമയം ഫെബ്രുവരി 7 തീയതി വരെയും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ദെൻ നമുക്ക് പരീക്ഷ നടത്തുന്നത് എഞ്ചിനീയറിംഗിനും ബി ഫാർമസിക്കും വേണ്ടിയാണ് എന്ന് പറഞ്ഞു. അത് ഏപ്രിൽ 13 തീയതി വരെ 13 മുതൽ 25 തീയതി വരെയുള്ള ഒരു സമയമാണ്, ഒരു ഡേറ്റ് ആണ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് സ്ലോട്ട് ഇട്ട് കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ ഏപ്രിൽ 13 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ നടത്തും. അതിൽ 13, 15, 14, 15, 16 അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ബഫർ ഡേറ്റുകളാക്കി ഒരു എന്താ പറയാ കോഷൻ ആയിട്ട് വെച്ചിട്ടുള്ള ഡേറ്റുകളാണ്. പക്ഷെ ജനറലി നിങ്ങൾ ബ്ലോക്ക് ചെയ്യേണ്ട ഡേറ്റ് ഏപ്രിൽ 13 മുതൽ 25 വരെയുള്ള ദിവസങ്ങൾ. നിങ്ങളുടെ വേറെ പ്രോഗ്രാമുകൾ എന്തെങ്കിലും ചാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് മാറ്റിവെക്കണം. അതേപോലെ തന്നെ പുറത്തുള്ള ആളുകളോ പുറത്തേക്ക് പോകാനോ ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലൊക്കെ ഈ സമയം നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെക്കണം. ഇതിനുള്ള ഡേറ്റുകളിലാണ് നിങ്ങൾക്കുള്ള പരീക്ഷ വരിക എന്നതാണ്. അതിൽ എഞ്ചിനീയറിംഗ് രണ്ടിനും സെപ്പറേറ്റ് പരീക്ഷകളാണ്. നമുക്ക് കഴിഞ്ഞ വർഷം മുതൽ, നേരത്തെയൊക്കെ ഒരു പരീക്ഷയിൽ നിന്ന് റാങ്ക് എടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, നമുക്ക് രണ്ടിനും എഞ്ചിനീയറിംഗ് വേണ്ട കുട്ടി എഞ്ചിനീയറിംഗിന്റെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പരീക്ഷ വരുന്നുണ്ട്. എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ 5:3:2 എന്ന റേഷ്യോയിൽ 5 റേഷ്യോ മാത്സിന് കൊടുക്കുമ്പോൾ 3 റേഷ്യോ, ഫിസിക്സിനും 2 റേഷ്യോ,
കെമിസ്ട്രിക്കും ഉണ്ട്. ക്വസ്റ്റ്യൻസിനെ അങ്ങനെയാക്കി തിരിച്ചിട്ടാണ് എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ നടത്തുന്നത്. അതേപോലെ തന്നെ ഫാർമസിക്ക് കെമിസ്ട്രിയും ഫിസിക്സും ഉൾപ്പെടുന്ന വേറൊരു പരീക്ഷ ഫാർമസി എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതിന് നമുക്ക് 3:2 ആണ് അതിൻ്റെ ഒരു റേഷ്യോ വരുന്നത്. 3:2 റേഷ്യോയിൽ വരുന്ന തരത്തിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് എൻട്രൻസ് എഴുതി അപ്പയർ ചെയ്തിട്ട് പോകുന്ന 2 കോഴ്സുകൾ വരുന്നത്. പിന്നെ നമുക്ക് അലോട്ട്മെന്റ് പ്രോസസ്സിന് വേണ്ടി നമ്മൾ പറഞ്ഞു മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് നമ്മൾ കീം ഉപയോഗിക്കുന്നത് കൗൺസിലിംഗ് പ്രോസസ്സുകൾക്ക് അലോട്ട്മെന്റ് ആൻഡ് കൗൺസിലിംഗ് പ്രോസസ്സുകൾക്ക് വേണ്ടിയാണ്. അതിൽ വരുന്ന കോഴ്സുകളാണ് MBBS, BDS, ആയുർവേദ, ഹോമിയോ, യുനാനി, സിദ്ധ, വെറ്റിനറി പോലുള്ള മെഡിക്കൽ കോഴ്സുകളും അലൈഡ് കോഴ്സുകളായ അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്, ബിടെക് ബയോടെക്നോളജി. എഞ്ചിനീയറിംഗ് കോഴ്സ് ഒരു ബിടെക് ബയോടെക്നോളജി കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന കോഴ്സിന് നമ്മൾ കീം പരീക്ഷയല്ല എഴുതേണ്ടത്, നീറ്റ് പരീക്ഷ എഴുതിയിട്ട് ഈ വഴി നമ്മൾ അഡ്മിഷൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്. ഈ കോഴ്സുകളെല്ലാം നമുക്ക് കീം അപ്ലൈ ചെയ്താലേ നീറ്റ് എഴുതിയാലും കേരളത്തിൽ ഒരു കുട്ടിക്ക് അഡ്മിഷൻ വേണമെങ്കിൽ കിട്ടുള്ളൂ. ഇതാ പിന്നെയും പറയുന്നത് ഞാൻ MBBSന് നല്ല റാങ്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ പുറത്തു പോവാതെ കേരളത്തിൽ തന്നെ നല്ല ഉയർന്ന മെഡിക്കൽ കോളേജുകൾ ഉണ്ട്, അവിടെയൊക്കെ പഠിക്കാൻ പറ്റും. അപ്പം റാങ്ക് ഒക്കെ വാങ്ങി ഈ ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ക്ലാസ്സുകൾ കൊടുക്കുമ്പോഴും ഈ വർഷവും നമ്മുടെ അടുത്തൊക്കെ കുട്ടികൾ എത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോഴ്സാണ് എഴുതിയത്, മെഡിക്കൽ കോഴ്സ് വേണം, അപ്പം നീറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോഴാ ചോദിക്കുമ്പോൾ പറയും കീം എഴുതി അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് MBBS അല്ലേ വേണ്ടത്, കീം വേണ്ടല്ലോ, കീം എഞ്ചിനീയറിംഗിനല്ലേ വേണ്ടത് എന്ന് ലാഘവത്തോടെ പറയുന്ന കുട്ടികളെ ധാരാളം കാണാറുണ്ട്. അപ്പൊ നമ്മള് അങ്ങനെ വരാതിരിക്കാൻ, അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് കേരളത്തിൽ മെഡിക്കൽ കോഴ്സ് വേണമെങ്കിൽ ഈ സമയത്ത് എഞ്ചിനീയറിംഗ് കോഴ്സിലെ കുട്ടികൾ അപേക്ഷിക്കുന്ന ഈ സമയത്ത് തന്നെ നിങ്ങളും ഇതിനു വേണ്ടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളത് ജനറലായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ അതിന് ഈ കോഴ്സുകൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മെഡിക്കൽ ആണ് എനിക്ക് വേണ്ടത്, കീം ഞാൻ അപേക്ഷിക്കേണ്ട എന്ന് വിചാരിക്കരുത്. പിന്നെ നമുക്കൊരു എലിജിബിലിറ്റി പറയുകയാണെങ്കിൽ അതിൽ സബ്ജക്ട് ബേസ്ഡ് എലിജിബിലിറ്റി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി റിലേറ്റഡ് എക്സാമിനേഷൻസുകൾ നമുക്ക് നീറ്റിന് വേണ്ടിയും, കീമിനാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എഞ്ചിനീയറിങ്ങിനും, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഓപ്ഷൻസുകൾ നമുക്ക് ഫാർമസിക്കും. ഇനിയിപ്പോൾ എഞ്ചിനീയറിംഗിൽ വന്ന ഒരു മാറ്റം ഇപ്രാവശ്യം എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് പകരം ഫിസിക്സും മാത്സും ഉണ്ടാവുകയും കെമിസ്ട്രിക്ക് പകരം, അഥവാ കെമിസ്ട്രി പഠിക്കാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ കെമിസ്ട്രിക്ക് പകരം ബയോളജി പഠിക്കാം, ബയോടെക്നോളജി പഠിക്കാം, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച കുട്ടികൾക്കും ഈ സാധനം കീം എഴുതാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും നിർബന്ധം ആയിട്ട് വരുന്ന, അത് രണ്ടുമാണ് മാൻഡേറ്ററി ആയിട്ട് വരുന്ന കീം അപേക്ഷിക്കാൻ, എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് അപേക്ഷിക്കാൻ വരുന്ന എലിജിബിലിറ്റി. 17 വയസ്സ് തികഞ്ഞിരിക്കണമെന്ന് ആ വർഷത്തെ ഡിസംബർ 31 ആ കുട്ടിക്ക് 17 വയസ്സ് തികഞ്ഞിരിക്കണം. അതാണ് വേറൊരു എലിജിബിലിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം പിന്നെ ഓക്കെ, ഇനി ജസ്റ്റ് ഒരു അപ്ലിക്കേഷൻ പ്രോസസ്സ് പറയുകയാണെങ്കിൽ ചെയ്തു കഴിഞ്ഞവരുണ്ടാവും, ചെയ്യാൻ എല്ലാം കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ചെയ്യാം. 31 വരെ ഡേറ്റ് ഉണ്ടല്ലോ, ഇന്ന് 18 അല്ലായിരുന്നു. നമ്മളെപ്പോഴും അങ്ങനെയാണ്, 18 ആയുള്ളൂ, 28-നോ 29-നോ അപ്ലൈ ചെയ്യാം എന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളുണ്ടാവും. ഇപ്പോഴും നമ്മൾ ഏറ്റവും ലാസ്റ്റ് മിനിറ്റിലേക്ക് ഒരു 28-നും 29-നും ഒന്നും വെയിറ്റ് ചെയ്യാതെ 28 മുമ്പ് തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ പാകത്തിലുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും നിങ്ങൾ നടത്തി വെക്കണം. 5 സ്റ്റെപ്സുകളാണ് മെയിൻലി രജിസ്ട്രേഷൻ ഉള്ളത്. ഒന്ന് രജിസ്റ്റർ ചെയ്യാന്നുള്ള പ്രോസസ്സാണ്. രജിസ്റ്റർ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് എൻ്റർ ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ ഡീറ്റെയിൽസ്, ജസ്റ്റ് പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ID ഒക്കെ അടിച്ചു കൊടുത്താൽ നമുക്ക് അപ്ലിക്കേഷൻ നമ്പർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സും നമുക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനൊരു പ്രോസസ്സും ഉണ്ടാവും. അപ്പം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞത് കഴിയുള്ളൂ. അപ്പൊ ആ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതിൽ നിന്നും കിട്ടുന്ന അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചാണ് പിന്നെ നമ്മൾ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ ഇതിലേക്ക് കയറേണ്ടത്. അപ്പോൾ അത് കയറാൻ വേണ്ടി അപ്പം നിർബന്ധമായിട്ടും നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യമാണ് ഈ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും. അത് മിസ്സാവാതെ സൂക്ഷിക്കുക. പാസ്വേഡൊക്കെ ഞാൻ എല്ലാത്തിനും കൊടുക്കുന്ന പാസ്വേഡാണ് ramla@123 എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കുന്നതിന് പകരം ഒരു പക്ഷേ ആ ramla@123 നിങ്ങൾ അടിച്ചിട്ടില്ലേ, വേറൊരാണെങ്കിലും അടിച്ചതുണ്ടെങ്കിൽ
അയാള് ക്യാപിറ്റൽ ലെറ്റർ വേണം, സ്മോൾ ലെറ്റർ വേണം, നമ്പർ വേണം, ആസ്റ്റിക് വേണം. അപ്പൊ ഇതൊക്കെ വേണം. പക്ഷെ അവര് ക്യാപിറ്റൽ ലെറ്റർ റംല എന്ന് അടിക്കുമ്പം ക്യാപിറ്റൽ ലെറ്റർ ആറാണെന്ന് വിചാരിച്ചിട്ട് ക്യാപ്സ് ഓൺ ആക്കിയിട്ട് ഷിഫ്റ്റ് പിടിച്ച് സ്മോൾ ലെറ്റർ ആറും ബാക്കിയൊക്കെ ക്യാപ്സും അടിച്ചു വെക്കുന്ന പരിപാടികളും സമ്പ്രദായങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട്. എന്നിട്ട് ഫോർഗോട്ട് പാസ്വേഡ് അടിച്ചു പോവുക, അങ്ങനെയൊക്കെ എടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും നമ്മളുടെ ആ ഒരു സൂക്ഷ്മതക്കും കുറച്ചും കൂടെ നമ്മളൊരു വിജിലന്റ് ആവും എന്നുള്ള ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനൊക്കെ വേണ്ടി പാസ്വേഡ് ഒക്കെ വളരെ നല്ല രീതികളിൽ എഴുതി സൂക്ഷിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. ദെൻ നിങ്ങളുടെ ഡീറ്റെയിൽസുകളൊക്കെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസും അഡ്രസ്സും പാരൻസ് ഡീറ്റെയിൽസും എല്ലാം അടിച്ചു കൊടുക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക എന്നുള്ളത്. പിന്നെ ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കണം. ദെൻ ഇമേജസുകൾ അപ്ലോഡ് ചെയ്യാനുണ്ട്. അതിൽ കൃത്യമായിട്ട് ഇത്ര KB സൈസ് ആണെന്ന് പറയും, ഇന്ന ഫോർമാറ്റ് ആണ്, JPEG ഫോർമാറ്റ് ആണെന്ന് പറയും, ചില കാര്യങ്ങൾ PDF ഫോർമാറ്റ് ആണെന്ന് പറയും. അപ്പൊ ഏതാണോ വേണ്ട ഫോർമാറ്റിന്റെ രീതികളിലൊക്കെ ഇമേജസ് ഒക്കെ റെഡിയാക്കി വെക്കാം. ഇതൊക്കെ നിങ്ങൾ ഒരു അക്ഷയ സെന്ററിലോ വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് കൊടുക്കുന്നത്, ഇതൊക്കെ അവർ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഒരു കണ്ണും കൂടെ വേണം. അവർ ഒരു സ്ഥലത്ത് ടിക്ക് ചെയ്യാത്തതിന്റെ പേരിൽ, ഇതൊന്ന് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാത്തതിന്റെ പേരിൽ നിങ്ങൾക്കാണ് അവസരം നഷ്ടപ്പെടുക. അങ്ങനെ ഈ സെന്ററുകൾ ഒപ്പിച്ചു വെക്കുന്ന എന്താ പറയാ മണ്ടത്തരങ്ങൾക്കും അല്ലെങ്കിൽ അറിവില്ലായ്മക്കും ബലിയാടകളാവുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവാറുണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞ് കരഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ അടുത്തേക്ക് എത്തുക. അപ്പോഴേക്കും നമുക്കൊന്നും ചെയ്യാനുണ്ടാവില്ല. അപ്പൊ അതൊന്നും വരുത്താതിരിക്കാൻ ഇവരെല്ലാവരും കൂടെ സിജിയിലേക്ക് വന്ന് ആപ്ലിക്കേഷൻ കൊടുക്കാന്ന് പറഞ്ഞ സാധനം നോട്ട് പോസിബിൾ. പക്ഷെ നിങ്ങൾ ഈ കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആരാണോ അവരോടൊപ്പം നിങ്ങളും കൂടെ ഇരുന്ന് നിങ്ങളൊന്ന് അവർക്കൊന്ന് ഡയറക്ഷൻ കൊടുത്തൊന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇത് കൊടുക്കുന്ന സെന്ററുകൾ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കൂടുതൽ ആളുകൾക്ക് കൊടുക്കുക, കൂടുതൽ ആളുകളോട് കാശ് വാങ്ങുക, അവർ ജീവിക്കാൻ വേണ്ടി നടത്തുന്ന പരിപാടിയാണല്ലോ. അപ്പൊ വാങ്ങുക എന്നുള്ളതായിരിക്കും. അപ്പൊ അതിനവരെയും നമുക്ക് ഒരുപാട് കുറ്റമൊന്നും പറയുമ്പോൾ അവർക്ക് നമ്മളുടെ അത്ര ശ്രദ്ധ എന്തായാലും നമ്മളുടെ പരീക്ഷയിലും ഭാവിയിലും ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കേണ്ട ആളുകൾ, അവരെ കുറ്റം പറയാൻ പറ്റൂല. നമ്മൾ തന്നെയാണ് ഫസ്റ്റും ലാസ്റ്റും ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാന്നുള്ളതാണ്. ദെൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാ ആപ്ലിക്കേഷൻസും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അക്നോളജ്മെന്റ് എന്ന് പറയുന്ന പ്രിന്റ് ഔട്ട് ഉണ്ട്. ലാസ്റ്റ് കൺഫർമേഷൻ പേജ് ഉണ്ടാവും. അതിന്റെ കൺഫർമേഷൻ പേജ് നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാം. നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മളുടെ കയ്യിൽ ഒരു ഉറപ്പിന് വേണ്ടി നമ്മൾ ആ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കണം. പഴയ പോലെ നമുക്ക് ആർക്കും അയച്ചു കൊടുക്കാനോ ചെയ്യാനോ ഒന്നുമില്ല. അതാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പോയിരുന്നതിന് ശേഷം വിളിക്കും. ഏത് ഫോൺ നമ്പറാ കൊടുക്കേണ്ട ഉമ്മ, അച്ഛ ഏത് മൊബൈൽ നമ്പറാ എടുക്കേണ്ടത്, ഏത് ഇമെയിൽ ഐഡിയാ കൊടുക്കണ്ടേ, അച്ഛൻ്റെ കൊടുക്കട്ടെ, ഏട്ടൻ്റെ കൊടുക്കട്ടെ, അമ്മൻ്റെ കൊടുക്കട്ടെ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമ്മൾ അതൊക്കെ കൃത്യമായിട്ടൊരു പ്ലാൻ വേണം. ഏത് മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത്, ഏത് ഇമെയിൽ ഐഡി ആണ് കൊടുക്കേണ്ടതെന്നൊക്കെ. കാരണം പിന്നീട് വരുന്ന എല്ലാ ഇൻഫർമേഷൻസും പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഇത് റിക്കവർ ചെയ്യാതെടുക്കാനും ഒക്കെയുള്ള മെസ്സേജസും OTPകളും ഒക്കെ വരിക. നമുക്ക് OTP ഇല്ലാതെ ഇനി ഈ കാലത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ OTP ഒക്കെ വരിക ഈ നമ്മളിപ്പോ കൊടുക്കുന്ന മൊബൈൽ നമ്പറിലും ഇമെയിൽ ഐഡിയിലും ആയിരിക്കും. അപ്പൊ ആ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും നല്ലത് എപ്പോഴും വേറൊരാളെ വിളിച്ച് ചോദിച്ച് OTP എടുത്ത് ചെയ്യുന്നതിന് പകരം നമ്മളുടെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഈ മൊബൈൽ നമ്പർ, അല്ലെങ്കിൽ നമ്മൾക്ക് കയ്യെത്തും ദൂരത്തുള്ള മൊബൈൽ നമ്പർ ഉണ്ട്, ഗൾഫിലുള്ള ഉപ്പന്റെ കയ്യിലാണ് ആ നമ്പർ എന്ന് അവിടേക്ക് വിളിച്ച് ചോദിക്കുക. ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്ന മുന്നിൽ വന്നിരുന്നതിന് ശേഷം. ഇപ്പൊ ഓഫീസിലായിരിക്കും, അല്ലെങ്കിൽ അമ്മ വേറെ എന്തെങ്കിലും ഡ്യൂട്ടിയിലായിരിക്കും, അന്നേരം വിളിക്കും, അപ്പോഴേക്കും ഇത് മിസ്സാവും, അതിപ്പം സൈറ്റ് ബ്ലോക്ക് ആവും, ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോൾ നമുക്ക് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി എപ്പോഴും നല്ലത്, എപ്പോഴും നമുക്ക് സ്മൂത്ത് ആയിട്ട് പോകുമ്പോൾ നമ്മളും കുറച്ചും കൂടെ സ്ട്രെസ് ഫ്രീ ആവുമല്ലോ. അപ്പൊ അതിനൊക്കെ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ഒരു വാലിഡ് ആയിട്ടുള്ള തുറക്കാൻ പറ്റുന്ന പാസ്വേഡ് ഒക്കെ ഓർമ്മയുള്ള ഒരു ഇമെയിൽ ID, അതേപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോസ്, സിഗ്നേച്ചർ, ഇത് രണ്ടും ഫോട്ടോയും സിഗ്നേച്ചറും രണ്ടും JPEG ഫോർമാറ്റിൽ ഒരു 15 to 100 KB എന്നുള്ള 10 to 100 KB എന്നൊക്കെ വരുന്ന സൈസിൽ ഒരു സൈസ് പറഞ്ഞിട്ടുണ്ടാവും. അത് ഇപ്പൊ സൈറ്റിൽ തന്നെ ജസ്റ്റ് നമുക്ക് അതിൽ ക്രോപ്പ് ചെയ്തെടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, അങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റുകൾ, നമ്മളെല്ലാ സർട്ടിഫിക്കറ്റും അപ്ലിക്കേഷൻ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യണം. February 7ാം തീയതി വരെ അതിനാണ് നമുക്ക് ഡേറ്റ് തന്നിരിക്കുന്നത്. നമ്മുടെ നേറ്റിവിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ റിസർവേഷൻ ആവശ്യമുള്ള ആളുകൾ, സ്പെഷ്യൽ റിസർവേഷൻ, ബാക്ക്വേർഡ് റിസർവേഷൻ, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, EWS ഉള്ള ആളുകൾക്ക് അത്, വേറെ ഏതെങ്കിലും PWD സർട്ടിഫിക്കേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് അത്, അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ, എന്തൊക്കെ റിസർവേഷൻസ് നമുക്ക് വേണം ആ റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ നമ്മൾ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്തിരിക്കണം. ആ സർട്ടിഫിക്കറ്റുകളൊക്കെ അതും നമ്മൾ മുൻകൂട്ടി തന്നെ കയ്യിൽ കരുതി വെച്ചിട്ട് വേണം ആപ്ലിക്കേഷൻ പ്രോസസ്സിന് ഒരുങ്ങിയിരിക്കാൻ എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ചെയ്ത ആളുകൾ അതൊക്കെ വെച്ചിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പോഴൊക്കെ മനസ്സിലാവും. പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് നമുക്ക് 925 രൂപയാണ് എഞ്ചിനീയറിംഗിന്. ഫാർമസിക്ക് അപേക്ഷിക്കണമെങ്കിൽ അതിനോടൊപ്പം നമുക്ക് മെഡിക്കലോ
ലെക്ചറോ ചേർക്കണമെങ്കിൽ ഒരു 650 രൂപയും കൂടെ നമ്മൾ എക്സ്ട്രാ അടയ്ക്കണം. SC-കാർക്ക് 400, 260 ആ എമൗണ്ട് വരുന്നത്. ST-കാർക്ക് നമുക്ക് ഫീസ് ഇല്ല. ഓക്കെ. അതുപോലെ കേരളത്തിന് പുറത്ത് നമുക്ക് സെന്റർ ഉണ്ട്. ഇന്ത്യക്ക് പുറത്ത് ദുബായിലും, കേരളത്തിന് പുറത്ത് ബാംഗ്ലൂർ, ചെന്നൈ, മുംബൈ ആൻഡ് ന്യൂഡൽഹി അവിടേക്കും സെന്റർ ഉണ്ട്. അതിൽ ഇന്ത്യക്ക് പുറത്തുള്ള സെന്ററിലാണെങ്കിൽ നമ്മൾ ദുബായ് സെന്ററിലാണെങ്കിൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫീസിനോടൊപ്പം 925, 650 ഒരു 16,000 രൂപ കൂടെ എക്സ്ട്രാ അടച്ചു കഴിയുമ്പോഴാണ്, അതിനുള്ള ചെലവുണ്ട്. അതുകൊണ്ടാണ് ആ പൈസ അടച്ചു കഴിഞ്ഞാൽ ആണ് ദുബായിൽ ആ കുട്ടിക്ക് പരീക്ഷ എഴുതാൻ പറ്റും. UAE സെന്റർ ഉണ്ട്. ഇനി കേരളത്തിൽ എല്ലാ ജില്ലകളിലും കുട്ടിക്ക് സെന്റർ ഉണ്ട്. കുട്ടി താമസിക്കുന്നതിനടുത്തുള്ള ജില്ലകളോ കോച്ചിങ് സെന്ററിന് അടുത്തോ എങ്ങനെയാണോ കുറച്ച് സൗകര്യപ്രദമായിട്ട് പോയി വരാൻ പറ്റുന്ന സെന്ററുകൾ അവിടെയൊക്കെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ദെൻ ഇന്ത്യക്ക് പുറത്ത്, കേരളത്തിന് പുറത്ത് ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ ആൻഡ് ചെന്നൈ ആണ്. ഇന്ത്യക്ക് പുറത്ത് ദുബായ് ആണ്. ഔട്ട്സൈഡ് ഇന്ത്യ ദുബായ് ആണ് സെന്റർ ഉള്ളത്. അതിൽ നമ്മൾ ഡേറ്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 31-ാം തീയതി വരെ 5 PM വരെ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുണ്ട്. ദെൻ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഫെബ്രുവരി 7-ാം തീയതി വരെ കൊടുക്കാം. എക്സാമിനേഷൻ ഡേറ്റ്സ് ഒക്കെ ടെൻഡേറ്റീവ് എക്സാമിനേഷൻ ഡേറ്റ്സ് ആണ്. അല്ല, എക്സാമിനേഷൻ ഡേറ്റ് 13 മുതൽ 25 വരെയുള്ള ഡേറ്റുകൾ ബ്ലോക്ക് ചെയ്ത് വെക്കുക. അതിനുള്ള ദിവസങ്ങളിലാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. അതിൽ 6 ഡേറ്റുകൾ, ലാസ്റ്റുള്ള ഡേറ്റും ആദ്യത്തെ 3 ഡേറ്റുകളും ബഫർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റുകളാണ്. ദെൻ അഡ്മിറ്റ് കാർഡ് ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ വരും. സാധാരണ ഏപ്രിൽ 5-6 ദിവസങ്ങളിലൊക്കെയാണ് വരാറുള്ളത്. ഫസ്റ്റ് ടെൻഡേറ്റീവ് ആയിട്ടാണ്, ഇപ്രാവശ്യം ഡേറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ നമ്മൾ അഡ്മിറ്റ് കാർഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. മെയ് ഫസ്റ്റ് വീക്കോടുകൂടി നമുക്ക് ഇതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക്, അതിന്റെ എന്താ പറയാ, ഓൺലൈൻ കൗൺസിലിങ്ങും ഓപ്ഷൻ രജിസ്ട്രേഷനും ഒക്കെ ഉള്ള കാര്യങ്ങൾ. എക്സാമിനേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്സ് വരുന്ന എഞ്ചിനീയറിംഗുകളിലേക്ക് ഫിസിക്സ്, കെമിസ്ട്രിയിൽ 45 നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 5:3:2. മാത്തമാറ്റിക്സിൽ 75 ക്വസ്റ്റ്യൻസ്, ഫിസിക്സിൽ 45 ക്വസ്റ്റ്യൻസ് ആൻഡ് കെമിസ്ട്രിയിൽ 30 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പം ഈ ഒരു വെയിറ്റേജ് നോക്കി നമ്മുടെ പഠനവും കാര്യങ്ങളും പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അതിനനുസരിച്ച് ഈ വെയിറ്റേജ് 5:3:2 എന്ന് പറയുമ്പോൾ 2 ഉള്ള കെമിസ്ട്രി മാത്രം നമ്മൾ പഠിച്ചു പോയാൽ നമുക്ക് റാങ്കിങ്ങിലൊക്കെ വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈസി സബ്ജക്ട്സുകൾ മാക്സിമം സ്കോർ ചെയ്യാനും ഈ റേഷ്യോ കീപ്പ് ചെയ്യാനും വേണ്ടി ശ്രമിക്കുന്ന തരത്തിൽ നമ്മൾ എപ്പോഴും ഫിസിക്സിനും മാത്സിനും ഒക്കെ ഇമ്പോർട്ടൻസും വെയിറ്റേജും കൊടുത്തുകൊണ്ട് പഠനമൊക്കെ തുടങ്ങും. ഇതിനു വേണ്ടി 180 മിനിറ്റുള്ള ഒരു പരീക്ഷയാണ് എഞ്ചിനീയറിംഗിൽ നടക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആയി കഴിഞ്ഞാൽ 4 മാർക്കും, മാർക്ക് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ റോങ് ആയി കഴിഞ്ഞാൽ 1 മാർക്ക് നെഗറ്റീവ് മാർക്കും വരും. ഇനി ഫാർമസിയിലാണെങ്കിൽ നമുക്ക് 3:2 ആയിരുന്നു. ഫാർമസിയിൽ കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ആണ് വെയിറ്റേജ്. കെമിസ്ട്രിക്ക് ഫസ്റ്റ് വെയിറ്റേജും ഫിസിക്സിന് സെക്കൻഡ് വെയിറ്റേജും. അപ്പോൾ 45 ക്വസ്റ്റ്യൻസ് കെമിസ്ട്രിയിൽ നിന്നും 30 ക്വസ്റ്റ്യൻസ് ഫിസിക്സിൽ നിന്നും വരും. 90 മിനിറ്റ്സ് ആണ് സമയമുള്ളത്. ഫാർമസി മാത്രം വേണ്ട, കോഴ്സ് മാത്രം വേണ്ട ഒരു കുട്ടിക്ക് മാക്സിമം 150 ക്വസ്റ്റ്യൻസിന് 300 മാർക്ക് മാക്സിമം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെയിറ്റേജ് നെഗറ്റീവ് മാർക്കിംഗ് 1, കറക്റ്റ് ആൻസറിന് 4 മാർക്സ്. ഓക്കെ. അപ്പൊ ഇതാണ് എക്സാമിനേഷനെ കുറിച്ചൊരു ധാരണ. നിങ്ങളൊക്കെ കോച്ചിങ്ങിന് പോകുന്ന കുട്ടികളൊക്കെയാണ്, ധാരണകളൊക്കെ ഉണ്ടാവും. എക്സാം എങ്ങനെയാണ് വരിക, പാറ്റേൺ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു എന്നുള്ളതിനൊക്കെ ധാരണകളൊക്കെ ഉള്ള കുട്ടികൾ തന്നെയാണ്. എന്നിരുന്നാലും എൻ്റെ ഒരു റിമൈൻഡർ എന്നുള്ള രീതിയിൽ ഞാനൊന്ന് പറയുകയാണ്, ഈ വെയിറ്റേജുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു ആ പ്രിപ്പറേഷൻസ് അതിനനുസരിച്ച് ചെയ്യാം. അപ്പൊ ഇത്രയാണ് നമുക്ക് കീം പരീക്ഷ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ജസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ഇനിയും പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ, ചോയ്സ് ഫില്ലിങ്ങിന്റെ സമയങ്ങളൊക്കെ വരും. ആ സമയത്തൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ചൊക്കെ ഉള്ള വെബിനാറുകളും സിജിയിൽ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ആയിട്ടുള്ള കരിയർ ഗൈഡൻസും കൗൺസിലിങ്ങും എല്ലാ സെഷൻസുകളും ഉണ്ടാവും. അപ്പം നമുക്ക് അതിന് ശേഷമുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒരുപാടൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ആ സമയത്തേക്ക് വീണ്ടും പറയണം. എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ള എഞ്ചിനീയറിംഗ് കോഴ്സസുകൾ നമുക്ക് കേരളത്തിൽ തന്നെ നമുക്ക് 50ഓളം ബ്രാഞ്ചസ് ഉണ്ട് എഞ്ചിനീയറിംഗ്. ഒരു കുട്ടിക്ക് പോവാൻ 50ഓളം ബ്രാഞ്ചുകളും 10-200ഓളം കോളേജുകളും നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പം അതില് ഒരു കുട്ടികൾ പലതരത്തിലുള്ള എന്താ പറയാ ആൻസൈറ്റിയും കോഴ്സിനെ കുറിച്ചുള്ള ഒരുപാട് അന്വേഷണങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെയുള്ള കോഴ്സുകൾ നമുക്ക് പറ്റുന്ന എല്ലാ കോളേജുകളും എല്ലാ കോഴ്സുകളും നല്ലതാണ് എന്നല്ല. പക്ഷെ എന്നിരുന്നാലും നല്ല കോളേജുകളും നല്ല കോഴ്സുകളൊക്കെ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തുണ്ട്. നമ്മൾ ഇവിടെയൊക്കെ തന്നെ നിന്ന് പഠിച്ച് ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴാണ് നമ്മുടെ സംസ്ഥാനവും മറ്റുള്ളതിനപ്പുറത്തേക്ക് വളരുള്ളൂല്ലോ. അപ്പൊ നമ്മൾ അതിനും കൂടെ ഒന്ന് ശ്രമിക്കുന്നതൊക്കെ നല്ലതാവും. നമ്മൾ ആവശ്യക്കാരുണ്ടാവുമ്പോഴല്ലേ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അതോറിറ്റി ചെയ്യുള്ളൂ.
അപ്പം നമുക്ക് അതിനുവേണ്ടി ശ്രമിക്കാം. എന്ന് പറയുമ്പം കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, അത് നമ്മുടെ കോർ ബ്രാഞ്ച്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയർ. ഇതെല്ലാം പഠിക്കാൻ ആവശ്യമുള്ള കുട്ടിക്ക് ഇതെല്ലാം പഠിച്ച് ഏതോ ഒരു ഏരിയയിലേക്ക് പോകാം. വെറും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാത്രം ബിടെക്കിൽ, സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, ഫുഡ് ടെക്നോളജി എന്നൊക്കെ പറയുന്ന ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ, പ്ലെയിൻ മെക്കാനിക്കൽ, ബയോടെക്നോളജി, സിവിൽ എഞ്ചിനീയറിംഗ്, ഇങ്ങനെയൊക്കെ പറയുന്ന കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഇൻ സൈബർ സെക്യൂരിറ്റി, പ്രിന്റിംഗ് ടെക്നോളജി, ഡയറി ടെക്നോളജി, ഇതൊക്കെ ബ്രാഞ്ചസ് ആണ് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത്. നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, ഡയറി ടെക്നോളജി, നിങ്ങൾക്ക് പറയുന്ന 50-ഓളം 50-നടുത്ത് 50-52 തരത്തിലുള്ള ബ്രാഞ്ചുകളൊക്കെ നമുക്ക് ഇവിടെ കോളേജുകളിൽ ഓരോ വർഷവും പുതിയ പുതിയ ബ്രാഞ്ചുകൾ IT-യുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പുതിയ ബ്രാഞ്ചുകളൊക്കെ അതും വരാറുണ്ട്. അപ്പൊ നമ്മൾ ഇതിലൊക്കെ ഉള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്നുള്ളത്, ഇപ്പോൾ കോഴ്സ് സ്ട്രീം സെലക്ഷനെ കുറിച്ചൊക്കെ ഉള്ള ഇതിൽ ആലോചിച്ച് നിങ്ങളുടെ കോർ സ്ട്രീം വേണോ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് സ്ട്രീം വേണോ, നിങ്ങളുടെ സ്കില്ലുകളും ടാലന്റും പെർഫോമൻസും സബ്ജക്ട് ലൈക്കും ഒക്കെ ഏതാണ് എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു സെഷൻ, കൗൺസിലിംഗ് സെഷൻ ഒക്കെ എടുത്ത് വേണമെങ്കിൽ ഇതിന്നൊരു സ്ട്രീം ഒക്കെ സെലക്ട് ചെയ്തിട്ട് പോകാനുള്ള അവസരം ഉണ്ടാവും. ഇതിൽ ഏത് സ്ട്രീം കേരളത്തിൽ പഠിക്കണമെങ്കിലും നിങ്ങൾ കീം എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയിട്ടാണ് പറ്റുക. ഓക്കെ, അതിന് കോളേജുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ 12 കോളേജുകളാണ് ഗവൺമെന്റ് ഉള്ളത്. അതിൽ 3 എയ്ഡഡ് ആയിട്ടും 9 പ്യുവർ ഗവൺമെന്റ് കോളേജുകളായിട്ടാണ് ഉള്ളത്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു കോളേജ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് കെ വാസു വെറ്റിനറി സയൻസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ കോളേജുകൾ, ദെൻ കുഫൂസ് ഫിഷറി സയൻസിന്റെ കീഴിലുള്ള ഒരു കോളേജിൽ ഫിഷറീസ് കോഴ്സുകൾ, ഇതൊക്കെ നമുക്ക് വരുന്ന എഞ്ചിനീയറിംഗ് ഇവിടെ നമുക്ക് ഒരു പഠിക്കാൻ അവസരങ്ങളുള്ള കോളേജുകളുടെ ലിസ്റ്റുകളാണ്. അതിൽ ഏതൊക്കെ കോളേജുകൾ റാങ്കിങ് അനുസരിച്ചിട്ട് എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്ഷൻ സമയത്തൊക്കെ കുറച്ചും കൂടെ കൃത്യമായിട്ട് പറയാൻ പറ്റും. ഈ സമയത്ത് നമ്മൾ ഇങ്ങനെ മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് ഫിക്സ് ചെയ്തുകൊണ്ടാണ് ഇത്ര മാത്രം പറഞ്ഞു പോകുന്നത്. ദെൻ ആർക്കിടെക്ചർ കോഴ്സുകളാണ് പിന്നെ വരുന്ന ഒരു കോഴ്സ്. നമുക്ക് അതിനു വേണ്ടി നമ്മൾ കീം അപ്ലൈ ചെയ്താൽ മതി, പരീക്ഷ എഴുതേണ്ട പരീക്ഷ ഏതായിരുന്നു? നാറ്റ ആയിരുന്നു. നാറ്റയുടെ പരീക്ഷയോടൊപ്പം ഹയർ സെക്കൻഡറിയിലെ മാർക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ് ആർക്കിടെക്ചറിന് റാങ്ക് വരുന്നത്. നമുക്ക് 4 ഗവൺമെന്റ് ആർക്കിടെക്ചർ കോളേജുകളും 29 പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് ആർക്കിടെക്ചർ കോളേജുകളും ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഫാർമസിയുടെ കാര്യത്തിൽ നമ്മൾ സെപ്പറേറ്റ് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്സ് പരീക്ഷ എഴുതണം. 5 ഗവൺമെന്റ് ഫാർമസി കോളേജുകളും 57ഓളം സെൽഫ് ഫൈനാൻസിങ് പ്രൈവറ്റ് കോളേജുകളും നമുക്ക് പഠിക്കാനുണ്ട്. ഇത് അതിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി പരീക്ഷ എഴുതിയിട്ട് അപ്ലിക്കേഷൻ പ്രോസസ്സിന്, അതേപോലെ തന്നെ മെഡിക്കൽ കോളേജുകളും നമുക്ക് അപ്ലിക്കേഷൻ പ്രോസസ്സിനാണ്. മെഡിക്കൽ ആൻഡ് അലൈഡ് എഴുതി കഴിഞ്ഞ് നീറ്റും കൂടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ CEയുടെ വെബ്സൈറ്റ് വഴി ഈ കീം പരീക്ഷ അപ്ലൈ ചെയ്യുന്നത് വഴി നമുക്ക് അപേക്ഷിക്കാൻ 14 ഗവൺമെന്റ് കോളേജുകളിലെ സീറ്റുകളുണ്ട്. 15% സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് മാറ്റി നിർത്തിയ ഈ 1855ന്റെ 15% സീറ്റ് നമുക്ക് അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി വരുന്ന സീറ്റിൽ ഏതെങ്കിലും ഒരു സീറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ കീം അപ്ലൈ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ, ഗവൺമെന്റ് സീറ്റുകൾ. അതേപോലെ തന്നെ പ്രൈവറ്റ് കോളേജുകൾ, നമുക്ക് 21 പ്രൈവറ്റ് കോളേജുകളിലുള്ള സീറ്റുകളിൽ ഏതെങ്കിലും ഒരു സീറ്റ്, ഇവിടെ പിന്നെ എല്ലാ സീറ്റുകളും നമുക്ക് കീം വഴിയാണ്. ഓൾ ഇന്ത്യ സീറ്റ് പ്രൈവറ്റ് കോളേജുകളിൽ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സീറ്റുകൾ നമുക്ക് കിട്ടണമെങ്കിലും നിങ്ങൾ കീം പരീക്ഷ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് പറ്റുക. ഓക്കെ, BDS എന്ന് പറഞ്ഞു. ഡെന്റൽ സയൻസിന് 6 ഗവൺമെന്റ് കോളേജുകളാണ്. അതേപോലെ തന്നെ 19 പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളുണ്ട്. BDS പഠിക്കാൻ താല്പര്യമുണ്ട് കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിലോ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലോ ആണെങ്കിൽ മറക്കാതെ കീം അപ്ലൈ ചെയ്യാം. ദെൻ ആയുർവേദം അതേപോലെ തന്നെ 5 കോളേജുകളാണ്, 2 എയ്ഡഡും 3 ഗവൺമെന്റ് കോളേജുകളും. അവിടെയുള്ള ഒരു സീറ്റിന് വേണ്ടിയും അതേപോലെ തന്നെ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലെ സീറ്റിന് വേണ്ടിയും നമ്മൾ കീം അപ്ലൈ ചെയ്യണം. മറക്കാതെ അത് ചെയ്ത് കഴിഞ്ഞാലാണ് പറ്റുക. ദെൻ ഹോമിയോ നമുക്ക് ഇവിടെ 5 കോളേജുകളിലാണ്, 2 ഗവൺമെന്റ് 3 എയ്ഡഡും. യുനാനി ആകെ ഒരു കോളേജ്, സിദ്ധ അതേപോലെ ഒരു കോളേജ്. അത് കിട്ടണമെങ്കിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യണം. ഓക്കെ, വെറ്റിനറി സയൻസ് നമുക്കിവിടെ 2 കോളേജുകളിലാണുള്ളത്.
തൃശ്ശൂരും വയനാടും. അതിനുവേണ്ടിയും നമ്മൾ കീം അപ്ലൈ ചെയ്താലേ പറ്റുള്ളൂ. ദെൻ സം അതർ കോഴ്സസ് എന്ന് പറയുന്നത് നമുക്കിവിടെ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയൺമെന്റൽ സയൻസ്, ബിടെക് ബയോടെക്നോളജി. അത് കിട്ടാനും ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയൺമെന്റൽ സയൻസ് എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികളെ കുറച്ച് നല്ല രീതിയിൽ ഇൻട്രസ്റ്റോട് കൂടി ചൂസ് ചെയ്യുന്ന, ഇതൊന്നും അല്ലാത്തൊരു കോഴ്സ് എങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് കീം പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് കിട്ടുക. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് കീമിനെ കുറിച്ച് പറയാൻ. പിന്നെ ഫോറസ്ട്രി, ഫിഷറീസ് ആൻഡ് വെറ്റിനറി, ഈ 4 കോഴ്സുകൾക്കും നിങ്ങൾ കീം അപ്ലൈ ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ് കീം ജനറൽ ആയിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, കീമിനെ കുറിച്ചും അപ്ലിക്കേഷൻ പ്രോസസിനെ കുറിച്ചും. ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ടോ അതല്ലാതെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ് നമ്മൾ ഇനി വരുന്നത്. അതിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, ഇപ്പം ഇതിനകത്ത് ചിലപ്പം ഇട്ടിട്ടുണ്ടാവും സാറ്, എന്താ പറയാ, ഗൂഗിൾ ഷീറ്റ് ഫില്ല് ചെയ്യുകയോ ക്വസ്റ്റ്യൻ ചോദിക്കുകയോ ഏതാ തരം എന്നുള്ളത് നമുക്ക് അതിൽ എങ്ങനെയാണ് സർ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്? ഗൂഗിൾ ഷീറ്റ് ഫില്ല് ചെയ്തിട്ടാണോ, അതല്ല അല്ല, അവര് ഡയറക്റ്റ് ചോദിച്ചോട്ടെ, അവർക്ക് ഇപ്പം അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം? ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാന്നല്ലേ? അപ്പം അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ഹലോ, ഞാൻ കരോൾ തൃശ്ശൂരിന്നാണ്. പാരാമെഡിക്കൽ ആപ്ലിക്കേഷനിൽ LBS ഇൻവോൾവ് ആണോ? പരീക്ഷ മാത്രമാണോ? അഡ്മിഷൻ പ്രോസസ്സിൽ LBS ഇൻവോൾവ് ആണോ ഈ പാരാമെഡിക്കൽ കോഴ്സുകളുടെ അലോട്ട്മെന്റിന്? ക്ലിയർ ആയില്ലല്ലോ, എന്താ ചോദിക്കുന്നത്? അല്ല, നമ്മള് പാരാമെഡിക്കൽ ഇല്ലല്ലോ, അപ്പൊ മാർക്ക് ബേസ് ചെയ്തിട്ടുള്ള അലോട്ട്മെന്റ് അല്ലേ, അത് LBS വഴിക്കാണോ? അതെ, പാരാമെഡിക്കൽ കോഴ്സുകൾ കീമിലല്ല, LBS വഴിയാണ് അപേക്ഷ. ഈ വർഷം മുതൽ ചെറിയൊരു മാറ്റം കൂടെ ഉണ്ട്. പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ചില കോഴ്സുകൾക്ക് എന്ന് പറയുമ്പോൾ എൻട്രൻസ് മാത്രം NCHEP, നാഷണൽ കൗൺസിൽ ഫോർ അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസിന് കീഴിൽ വരുന്ന ഫിസിയോതെറാപ്പി, ഒപ്റ്റോമെട്രി, ഒക്യുപേഷണൽ തെറാപ്പി, പിന്നെ അതേപോലുള്ള കോഴ്സുകൾക്കൊക്കെ നമുക്ക് നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയിട്ടാണ് അഡ്മിഷൻ കിട്ടുന്നത്. അത് LBS ത്രൂ തന്നെയാണോ, അവിടെ നമ്മൾ നീറ്റ് സ്കോർ കൊടുക്കുകയാണോ അല്ലേ എന്നുള്ളതൊക്കെ പിന്നീട് വരണം. പക്ഷേ ഈ പറഞ്ഞ കോഴ്സുകൾ ഒരു കോഴ്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടി നീറ്റും കൂടെ എഴുതണം. എല്ലാ കോഴ്സുകളും ഇനി LBS സെന്റർ വഴി +2 മാർക്ക് വഴി മാത്രമല്ല, നീറ്റ് അപ്പിയർ ചെയ്യുന്നതിൽ കൂടെ. ഇപ്പൊ നമ്മൾ മെഡിക്കൽ കോഴ്സുകൾക്ക് നീറ്റ് അപ്പിയർ ചെയ്ത് കീം അപേക്ഷിക്കണം എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഈ പറഞ്ഞ കോഴ്സുകൾക്ക് LBS വഴി അപേക്ഷിക്കുകയാണെങ്കിൽ നീറ്റ് എഴുതണം എന്നുള്ള ഒരു മാനദണ്ഡം കൂടെ ഉണ്ട്. അപ്പൊ ഏത് കോഴ്സാണെന്നുള്ളത് നോക്കണം. ഈ പറഞ്ഞ ലിസ്റ്റുകളിൽപ്പെട്ട കോഴ്സുകളൊക്കെ നമുക്ക് എന്തായാലും നീറ്റ് എഴുതണം. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഇക്കൊല്ലത്ത് വലിയൊരു മാറ്റം അതാണല്ലോ. അതെ, വലിയൊരു മാറ്റം. ഹലോ മാം. ചോദിക്കൂ മാം, സ്മിതയാണ്. പിന്നെ ഇതില് NCL അല്ലാതെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട കേസുകൾ ഏതൊക്കെയാ? NCL അല്ലാതെ നമ്മൾ NCL അല്ല, പക്ഷേ നമുക്ക് കമ്മ്യൂണിറ്റി റിസർവേഷൻ ഉണ്ടാവും. ഇൻകം ബേസിൽ നമ്മൾ ഉയർന്നതായിരിക്കും. കമ്മ്യൂണിറ്റിയിൽ ഉണ്ടെങ്കിൽ അവരാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. മനസ്സിലായി? ഫോർ എക്സാമ്പിൾ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്, പക്ഷെ NCLന്റെ സർട്ടിഫിക്കറ്റ് കിട്ടൂല. ഇൻകം എബവ് ആണെങ്കിൽ അവർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അവരുടെ കമ്മ്യൂണിറ്റി റിസർവേഷൻ ഉള്ള കോളേജുകളിൽ അവർക്ക് സീറ്റ് കിട്ടും. മനസ്സിലായോ? ഓക്കെ. അതല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും വിഭാഗത്തിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധിതമായിട്ടുണ്ടോ? ഉണ്ട്. പിന്നെ ബാക്ക്വേർഡ് ലിസ്റ്റിൽ വരുന്ന ഇതുണ്ടല്ലോ. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിഷർമാൻ, അവരൊരു ബാക്ക്വേർഡ് ഇതിൽ വരുന്ന ആളാണ്. അവർക്ക് ഫീ കൺസെഷൻ അടക്കം റിസർവേഷനും ഫീ കൺസെഷൻ 2 റിസർവേഷനും അവർക്ക് ഉണ്ടാവും. അപ്പൊ അവർക്ക് ഫീ കൺസെഷൻ റിസർവേഷനും അവർക്കുണ്ടാവും. അപ്പൊ അവര് ഫിഷർമാൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സ്പെഷ്യൽ റിസർവേഷന്റെ കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്യുകയും ഏതാണോ സ്പെഷ്യൽ റിസർവേഷൻ എന്നുള്ളത് നമ്മൾ ഒരുപാട് കാറ്റഗറിയിൽ ഉണ്ടാവുമല്ലോ, അവരുടെ ആ കാറ്റഗറി ഏതാണോ വരുന്നത് അത് ടിക്ക് ചെയ്യുകയും ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ ഈ പിന്നെ VHSC അഗ്രി, അതേപോലെ DFE കോഴ്സുകൾക്കൊക്കെ ഉള്ള ഒരു സീറ്റ് റിസർവേഷൻ ഉണ്ടല്ലോ. അതിലുള്ള സർട്ടിഫിക്കറ്റുകളും ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ്ങിനുള്ള ടൈമിലേക്ക് ചെയ്താൽ മതിയാവില്ലേ? അപ്ലിക്കേഷൻ സമയത്ത് തന്നെയാണ് ചെയ്യേണ്ടത്. അഗ്രികൾച്ചർ VHSCയിൽ അഗ്രികൾച്ചർ പഠിച്ച കുട്ടികൾ അഗ്രികൾച്ചറിന്റെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണം. അതേപോലെ തന്നെ എന്താ പറയാ, സംസ്കൃതം പഠിച്ച കുട്ടികൾ ഉണ്ടാവുമല്ലോ, +2 ലെവലിൽ സാൻസ്ക്രിറ്റ് പഠിച്ച കുട്ടികൾ BAMSന് റിസർവേഷൻ വേണ്ടി ആ പഠിച്ച സർട്ടിഫിക്കറ്റ്
അതോറിറ്റിന്റെ നിന്നും വാങ്ങി കൊടുക്കണം. അങ്ങനെയുള്ള എന്താണോ സ്പെഷ്യലായിട്ട് വേണ്ട റിസർവേഷൻസുകൾ അതെല്ലാം അതും ഈ സ്പെഷ്യൽ റിസർവേഷനിൽ ഇൻക്ലൂഡഡ് ആണല്ലോ അല്ലെ? നമ്മൾ അപ്ലിക്കേഷൻ സമയത്ത് ചെയ്തിട്ടില്ല എങ്കിൽ ഫെബ്രുവരി 7 വരെ അപ്ലോഡ് ചെയ്യാൻ സമയമില്ലേ? യെസ്. ഓക്കെ ഓക്കെ, താങ്ക് യു മാഡം. യെസ്. ബിജു, ഇന്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് അലൗഡ് ആണ് എവിടെയെങ്കിലും? valid ആണ്? അതെ, ഇന്റർകാസ്റ്റ് മാരേജിന്റെ റിസർവേഷൻ ഇന്റർകാസ്റ്റ് മാരേജിൽ അവൈലബിൾ ആണെങ്കിൽ എടുക്കാം. നിങ്ങളുടെ ഇന്റർകാസ്റ്റ് നിങ്ങൾ ഒരു എസിയും റിസർവേഷൻ ഇല്ലാത്ത ഒരാളും വരുമ്പം എസി റിസർവേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അതാണ് നിങ്ങൾ അതിൽ കാണിച്ചു കൊടുക്കേണ്ടത്. ഞാനൊരു എക്സാമ്പിൾ പറയാണ്, നമുക്ക് റിസർവേഷൻ ഉള്ളതുകൊണ്ട്. അപ്പൊ അതുപോലുള്ള ഇന്റർകാസ്റ്റ് മാരേജിൽ നിങ്ങൾ റിസർവേഷൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നെഗ്ലക്ട് ചെയ്യാം. കൃത്യമായിട്ട് അതിനകത്ത് ഉണ്ട് കാര്യം. ഓക്കെ ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യണോ? ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടല്ലോ, ഇപ്പോഴും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളേ. 65 പേരും ഉണ്ടല്ലോ അപ്പം ഇപ്പോഴും മീറ്റിംഗിൽ അല്ലേ, കാണുന്നുണ്ട്. അതെ അതെ, യെസ് യെസ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇനിയിപ്പോ റിലേറ്റഡ് ഏരിയകൾ അല്ലെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ സെലക്ഷന് വേണ്ടി നമുക്ക് വല്ല റാങ്ക് ലിസ്റ്റും ഉണ്ടോ? നമുക്കിപ്പം കീമിലെ എഞ്ചിനീയറിംഗ് അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് കേരളത്തിലെ നല്ല കോളേജുകളെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ടുള്ള ഏതെങ്കിലും ലിസ്റ്റ് അവൈലബിൾ ആണോ? അവൈലബിൾ ആണ്. നിങ്ങൾക്ക് തന്നെ റിസർച്ച് നടത്താം. 2-3 തരത്തിൽ നമുക്ക് കോളേജിന് റാങ്കിങ് ഇടാം. ഒന്ന്, കോളേജിന്റെ റിസൾട്ട്. അത് നമുക്ക് റിസൾട്ട് അടക്കം KIRF, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിങ് ഫ്രെയിംവർക്കുമായി ബന്ധപ്പെട്ട് 2025 ഇറക്കിയ KTUയുടെ വെബ്സൈറ്റിൽ ആ ഒരു ഫയൽ ഉണ്ട്, PDF ഫയൽ ഉണ്ട്. ആ ഫയൽ നോക്കിയിട്ട് നിങ്ങൾക്ക് അതുവഴി 1, 2, 3 കോളേജുകളുണ്ട്. ഒരു ആദ്യം ടോപ്പ് 25 കോളേജുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല കോളേജുകൾ എന്നുള്ള റാങ്കിങ് കിട്ടും. അതിനോടൊപ്പം നിങ്ങൾക്ക് പിന്നെ കുറച്ചും കൂടി ഒരു ഹോംവർക്ക് നമ്മൾ ചെയ്യാനുള്ളത്, ഒന്ന് ലാസ്റ്റ് റാങ്ക് നോക്കാം. അത് നമുക്കൊരു ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ കോളേജുകളുടെ ലാസ്റ്റ് റാങ്കുകൾ എങ്ങനെ വന്നിട്ടുണ്ട്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളുടെ ബാക്കി എന്താ പറയുക, ഹോസ്റ്റൽ ഫെസിലിറ്റി, ദൂരം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടെ, നമ്മൾ വെറും ഒരു റിസൾട്ടിനെ മാത്രം ആശ്രയിക്കുക എന്ന് പറ്റൂല. അപ്പൊ അതിനോട് 80% നമുക്ക് റിസൾട്ടും പ്ലസ് ബാക്കിയുള്ള നമ്മുടെ സൗകര്യങ്ങൾ, ആക്സസ്, അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മൾ വേറെ എന്താണോ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കുന്നത് അതും കൂടെ നമുക്ക് എടുത്തിട്ട് കൊടുക്കാൻ പറ്റും. പക്ഷെ KIRFന്റെ റാങ്കിങ് പ്രകാരം KTUയുടെ വെബ്സൈറ്റിൽ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഗ്രൂപ്പിലൊന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് തന്നെ നേരിട്ട് ആ PDF ഫയൽ ജസ്റ്റ് KTUയുടെ വെബ്സൈറ്റിൽ കയറിയാൽ കിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം, എൻ്റെ പേര് റുബൈസ എന്നാണ്. മാം, നീറ്റ് ചെയ്തത് ഒരാള് നിർബന്ധമായിട്ടും LBS അതുപോലെ കീവും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണോ കേരളത്തിലുള്ള മെഡിക്കൽ കോളേജുകളിൽ കിട്ടുക? മെഡിക്കൽ കോളേജുകളിലേക്ക് കിട്ടണമെങ്കിൽ നിർബന്ധമായിട്ടും കീം അപേക്ഷിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ആ പറഞ്ഞ 7 മെഡിക്കൽ കോഴ്സുകളും 3 അലൈഡ് കോഴ്സുകളും 4 റിലേറ്റഡ് കോഴ്സുകളും കിട്ടണമെങ്കിൽ MBBS, BDS, ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, വെറ്റിനറി, ഇതും ഒപ്പം ഫോറസ്ട്രി, ഫിഷറീസ്, അഗ്രികൾച്ചർ, ഇത് കിട്ടണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും കീം അപേക്ഷിച്ചാലേ കിട്ടുള്ളൂ. LBS മെഡിക്കൽ കോഴ്സുകൾക്കുള്ളതല്ല, അലൈഡ് മെഡിക്കൽ എന്നാണ് പറയുക, അലൈഡ് മെഡിക്കൽ കോഴ്സുകൾക്കുള്ളതാണ്. അതിൽ തന്നെ ഇപ്പൊ 2 പ്രാവശ്യം ആക്കിയിട്ടുണ്ട്, 2 സെക്ഷൻ ആക്കി നീറ്റ് നിർബന്ധമായിട്ടുള്ള കോഴ്സ്. അപ്പൊ അതിൽ നമുക്ക് ഫിസിയോതെറാപ്പി, ഒക്യുപേഷൻ തെറാപ്പി പോലുള്ള, ഒപ്റ്റോമെട്രി പോലുള്ള കോഴ്സുകളൊക്കെ വേണമെങ്കിൽ നിർബന്ധമായിട്ടും ആ കുട്ടി നീറ്റ് എഴുതണം. അപേക്ഷിക്കേണ്ടത് പാരാമെഡിക്കലിന്റെ LBS ആണോ അല്ല, ഈ കോഴ്സുകൾക്ക് ഏത് ത്രൂ ആണെന്നുള്ളത് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ മാം, ഞങ്ങൾക്ക് LBSന്റെ കീഴിൽ ഒരു ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവർ പറഞ്ഞത് ഈ MBBSന്റെ ഇതിലായാലും നഴ്സിംഗിന്റെ ഇതിൽ മെയിനായിട്ടും, അതുപോലെ MBBSനായാലും ഇനി മുതൽ LBSന്റെ ഇതിൽ അപേക്ഷിച്ചിരിക്കണം, എന്നാലേ കേരളത്തിലെ ഏത് ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കണമെങ്കിൽ നടക്കുള്ളൂ എന്നാണ്. MBBSഉം LBSഉം തമ്മിൽ ഒരു ബന്ധവുമില്ല. അലൈഡ് മെഡിക്കൽ കോഴ്സുകളും LBSഉം തമ്മിലാണ് നിലവിൽ ബന്ധമുള്ളൂ കേട്ടോ. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്.
മാം, ഞാനൊന്നും കൂടി ചോദിച്ചോട്ടെ, ഇത് 4-year ഡിഗ്രി ആക്കിയിട്ടുണ്ടല്ലേ ചിലത് പാരാമെഡിക്കൽ കോളേജുകൾ, അങ്ങനെയാണോ? അതിന് OT ഒക്കെ കുറച്ചും കൂടി ഗൗരവമുള്ള ഗ്രാജുവേഷൻ ആക്കി മാറ്റിയിട്ടുണ്ടല്ലേ? അതെ അതെ, 4 year 3-year കോഴ്സും +1 ഇന്റേൺഷിപ്പും വെച്ച് വരുന്ന കോഴ്സുകൾ. അതിൽ ഫിസിയോതെറാപ്പി മാത്രം 5 year ആക്കി കോഴ്സ്, 4 year + 1 year ഇന്റേൺഷിപ്പ്. ഹലോ മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം, എൻ്റെ മോൻ പഠിക്കുന്ന നാട്ടിലാണ്. ഞങ്ങൾ ആക്ച്വലി ദുബായിലുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ എൻട്രൻസിനെ പറ്റി ഞങ്ങൾക്ക് വലിയ ധാരണയൊന്നുമില്ല, കീമിന്റെ എക്സാമിനെ പറ്റിയിട്ടൊന്നും. അപ്പൊ മാം ഈ പറഞ്ഞതിന്റെ സെക്ഷൻ കേട്ടപ്പോൾ കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയത്. അപ്പൊ മോനോട് നാട്ടിൽ പോയി അപ്ലൈ ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പൊ പറഞ്ഞ സമയത്ത് കുറെ സർട്ടിഫിക്കറ്റ് ഒക്കെ അവർ ചോദിക്കുന്നുണ്ട്. ഈ മാഡം പറഞ്ഞ പോലെ മറ്റേ കമ്മ്യൂണിറ്റി റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ്, അതൊക്കെ ചോദിച്ചു. അപ്പൊ അതിന് കുറച്ച് ഇഷ്യൂ ഉണ്ട്. നമ്മൾ ഈ ഗൾഫിലായതുകൊണ്ട് അവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് തരാൻ ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കര ഇൻകം കാണിക്കണം, അങ്ങനെ പ്രശ്നങ്ങളുണ്ടല്ലോ. OBC സർട്ടിഫിക്കറ്റിന് കുഴപ്പമില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചത് ഇതിപ്പോ ഈ എക്സാം ഇവപ്പം എന്തിനാണ് ഇവൻ പോകുന്നതെന്നുള്ള കാര്യം ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഐഡിയ ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കീമ് രണ്ടും മെഡിക്കലും എൻട്രൻസും രണ്ടിനും അപ്ലൈ ചെയ്യാനാണ് വിചാരിച്ചേക്കണത്. അപ്പൊ നമ്മുടെ ഡൗട്ട് എന്താന്ന് വെച്ചാൽ ഈ എഞ്ചിനീയറിംഗിന്റെ ഇപ്പൊ എഴുതിപ്പിച്ചാല് ഇതിപ്പോ ഗവൺമെന്റ് കോളേജിൽ മാത്രം കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണോ, അത് നമ്മൾ എഴുതിയില്ലെങ്കിൽ പ്രൈവറ്റിൽ എവിടെയെങ്കിലും അഡ്മിഷൻ നേടാൻ പറ്റുമോ, അങ്ങനെ ഒരു സംശയമുണ്ട്. നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ കോളേജുകളിലും കേരളത്തിലുള്ള ഗവൺമെന്റ് കൺട്രോൾഡ് പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഇത് എഴുതി കഴിഞ്ഞാലാണ് കുറച്ചും കൂടെ നല്ല കോളേജുകളൊക്കെ നോക്കി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എഞ്ചിനീയറിംഗ് സീറ്റുകളൊക്കെ ചിലപ്പോൾ ബാക്കി വരുമ്പോൾ അവർ എന്തെങ്കിലും തരത്തിലൊക്കെ എന്തെങ്കിലും ചെയ്തൊക്കെ സീറ്റ് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ നല്ല കോളേജുകളിലൊക്കെ എന്തായാലും നമുക്ക് നിർബന്ധമായിട്ട് അതിന്റെ റൂൾ എന്ന് പറഞ്ഞാൽ കീം എഴുതിയിട്ടാണ് അഡ്മിഷൻ എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടും കീം നിങ്ങൾ എഞ്ചിനീയറിംഗ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും എഴുതാം. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടാൻ തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽ അപേക്ഷിക്കാം. ജനറൽ കാറ്റഗറിയിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, ഫീസ് കൊടുക്കണം എന്നുള്ളൂ. ഫീ റിസർവേഷൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ സീറ്റ് റിസർവേഷൻ, ചെറിയ റിസർവേഷൻ നമ്മൾ വരുമല്ലോ. ഇപ്പൊ ഈഴവ, ക്രിസ്ത്യൻ, മുസ്ലിം, അതിലൊക്കെ അവരുടെ വരുന്നുണ്ടാവല്ലോ. അപ്പൊ അത് കിട്ടൂല. പക്ഷെ അതേ കോളേജുകളിൽ നമുക്ക് ജനറൽ കാറ്റഗറിയിൽ കിട്ടും. പക്ഷെ അപേക്ഷിക്കാതിരിക്കുന്നതിലും ഭേദം നിങ്ങൾ റിസർവേഷൻ കിട്ടിയില്ലെങ്കിൽ ഇതിൽ അപേക്ഷിക്കുന്നതാണ്. ജനറൽ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ വരുമാന സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട അല്ലേ? വേണ്ട. ഓക്കെ. പിന്നെ മാഡത്തിന്റെ നമ്പർ ഒന്ന് ഞങ്ങൾക്ക് വേണമെന്നുണ്ട്. ഞങ്ങൾ മാഡത്തിനെ പേഴ്സണലായിട്ടൊന്ന് കാണാനും വേണ്ടി ഇരിക്കുവാണ്. ഞങ്ങള് നാട്ടിലുള്ളവരല്ല. അപ്പം മാഡവുമായി സംസാരിക്കുകയും വേണം. അതിനു വേണ്ടിയിട്ടൊരു സൗകര്യം ഒരുക്കി തരാൻ. നമ്മൾ സിജിയുടെ വെബ്സൈറ്റിലുണ്ട് നമ്മുടെയൊക്കെ നമ്പറുകളും കരിയർ ഗൈഡൻസിന് വേണ്ട സ്ലോട്ട് എടുക്കാൻ വേണ്ടിയുള്ള ഇതൊക്കെ. CG.org വെബ്സൈറ്റിൽ നിങ്ങൾ കയറുക. എന്നിട്ട് അതിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കരിയർ കൗൺസിലേഴ്സിനെ കിട്ടും. അത് പ്രകാരം അവർ നിങ്ങളെ ഏതേ രീതികളിൽ വേണോ അത് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സിജിയുടെ വലിയൊരു സർവീസാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികൾക്ക് എഞ്ചിനീയറിംഗിൽ തന്നെ ഏത് ബ്രാഞ്ച് എടുക്കണം, കുറച്ചും കൂടെ ഫിസിക്സ് കൂടുതൽ വേണം, മാത്സ് ഇത്തിരി ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഫിസിക്സും ബയോളജിയും, അല്ലെങ്കിൽ ഇതല്ലാതെ വേറെ ഏതെങ്കിലും ആണോ, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് തീർച്ചയായിട്ടും ഈ +1 +2 10th പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പൊ നമ്മള് ഒന്നുകിൽ ഏതെങ്കിലും ആരെങ്കിലും പറഞ്ഞു ഒരു സ്കോപ്പ് എന്ന പേര്, അതല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു നല്ല കോഴ്സ് എന്ന പേര്, ഈ പേരിലൊക്കെ നമ്മൾ കുട്ടികളെ ചേർത്തി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് കേസസ് നമ്മൾ എന്നും ഫേസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു കുട്ടിയെ ആ തരത്തിലൊക്കെ നോക്കി കുറച്ചും കൂടെ കാര്യങ്ങളെ വിലയിരുത്തി സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത് കുട്ടിക്കുള്ള സ്കില്ലും ടാലന്റും ആപ്റ്റിറ്റ്യൂഡും ഒക്കെ നോക്കി നമുക്ക് ഒരു കോഴ്സിന് ചേർത്താൻ വേണ്ടി സിജി നടത്തുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സിജി ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ചെറിയൊരു ഫീസൊക്കെ അടിച്ച് നിങ്ങൾ താരതമ്യേന വേറെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലും നടത്തുമ്പോൾ കൊടുക്കുന്ന ഫീസിനേക്കാളൊക്കെ വളരെ കുറഞ്ഞ ഫീസും അവരെക്കാൾ വളരെ നല്ല സർവീസും എന്ന് എനിക്ക് 100% പറയാൻ പറ്റും. ഞാൻ അതിൽ ഇൻവോൾവ് ആയതുകൊണ്ടല്ല, സിജി എന്നുള്ളൊരു ഇത് നടത്തുന്നതായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സർവീസൊക്കെ ഉപയോഗപ്പെടുത്താം. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വളരെ നല്ലതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആവശ്യമുള്ള ആളുകൾക്ക് ഇപ്പൊ കോർഡിനേറ്റർ അതിന്റെ ലിങ്കോ കാര്യങ്ങളൊക്കെ ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ടാവും, നിങ്ങൾക്ക് നോക്കാം. ഒന്ന് ഇട്ടോളൂ കേട്ടോ. CDATന്റെ ലിങ്ക് ഒക്കെ വേണമെങ്കിൽ ചാറ്റ് ബോക്സിൽ എടുക്കാം. സിജിയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. മാം, സിജിയുടെ കീഴിലുള്ള ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ?
സിജിയുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കംപ്ലീറ്റ്ലി ഓൺലൈനേ ഉള്ളൂ. ഓഫ്ലൈൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ല. ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ആണ് ഒരു ഹാഫ് ആൻ അവർ 45 മിനിറ്റ്സ് വിത്ത് പാരന്റ്സ്, കുട്ടി ആൻഡ് കൗൺസിലർ ഇരുന്നു കൊണ്ട് പോസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൗൺസിലിംഗ് വരുന്നത്. അപ്പൊ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൗൺസിലിംഗും നമുക്ക് സൂം പ്ലാറ്റ്ഫോം വഴി, ഇതേപോലെ സൂം പ്ലാറ്റ്ഫോം വഴി കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ള ആളുകൾ, ചില ആളുകൾ വരാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അവർ നേരിട്ട് സിജിയുടെ ഓഫീസിൽ, മലപ്പുറം ഓഫീസിലും കോഴിക്കോട് ചേവായൂർ ഓഫീസിലും വരും. അവിടെ വന്നിട്ട് നമ്മളെടുത്ത് കൗൺസിലിംഗ് എടുത്ത് പോകും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് എപ്പോഴും സൂം പ്ലാറ്റ്ഫോം വഴിയുള്ള ഓൺലൈൻ കൗൺസിലിംഗും. ടെസ്റ്റ് കംപ്ലീറ്റ്ലി ഓൺലൈൻ മാത്രമേ ഉള്ളൂ. മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും. പേയ്മെന്റ് ഓൺലൈനായിട്ട് ചെയ്യാണോ വേണ്ടത്? എന്താണ് പേയ്മെന്റ് ജിപേ ആയിട്ട് ചെയ്യാണോ വേണ്ടത്? എല്ലാം കംപ്ലീറ്റ് ഓൺലൈൻ ആണ്. CGcareer.com എന്ന് പറയുന്ന മോനെ ആ ഒരു ലിങ്ക് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടോട്ടോ. ഞാൻ കോർഡിനേറ്റർ നമ്പറും ഷെയർ ചെയ്തിട്ടുണ്ട്, ലിങ്ക് കൂടി ഷെയർ ചെയ്യാം. ഓക്കെ. ഈ നമ്പറിൽ നിങ്ങൾ ഡാറ്റയ്ക്ക് വേണ്ടി ഈ നമ്പറിൽ വിളിച്ചാലും മതി. എന്നിട്ട് നിങ്ങൾക്ക് കൗൺസിലേഴ്സിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം, തരുന്ന കൗൺസിലേഴ്സിനെ എടുക്കാം. എല്ലാ തരത്തിലും നിങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും, നിങ്ങളുടെ സൗകര്യം എന്താണോ ആ സൗകര്യത്തിൽ ടെസ്റ്റിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. കംപ്ലീറ്റ്ലി ഓൺലൈനാണ്. ഞാൻ ഇതിനു വേണ്ടിയല്ല, ഒരു കുട്ടിയുടെ ഒരു ഫ്യൂച്ചർ എന്നുള്ള രീതികളിൽ ഞാൻ ആ ടെസ്റ്റിനെ വളരെ നല്ല രീതികളിൽ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. അതിന്റെ കൗൺസിലിംഗ് പ്രോസസ്സിലും ഇൻവോൾവ് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ എനിക്കത് അറിയാൻ പറ്റും കുട്ടികൾക്ക് എത്ര നല്ല രീതിയിൽ അത് യൂസ്ഫുൾ ആണ് എന്നുള്ളതുകൊണ്ട്. അപ്പൊ അതിനുവേണ്ടി ഒരു പ്രോഫിറ്റ് മോട്ടീവ് എന്നുള്ള രീതികളിൽ അല്ലാതെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മാത്രം പറയുന്നതാണ് കേട്ടോ. ഓക്കെ മാം. അതോടൊപ്പം തന്നെ ഈ മുമ്പോട്ട് +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഏതൊക്കെ സ്കോളർഷിപ്സ് ആണ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതിനെ പറ്റി ഒന്ന് പറഞ്ഞുതരുമോ? നീറ്റിന് നോക്കുന്നവരായാലും കോഴ്സുകൾക്ക് അനുസരിച്ചാണ് സ്കോളർഷിപ്പുകളൊക്കെ ഉണ്ടാവുക. അപ്പം എന്താ പറയാ, പ്രൊഫഷണൽ കോഴ്സുകൾക്കാണെങ്കിൽ മെറിറ്റ് കം മീൻ സ്കോളർഷിപ്പുകൾ, അല്ലാത്ത കോഴ്സുകൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ, ഈ തരത്തിലുള്ള സ്കോളർഷിപ്പുകളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ജനറൽ ആയിട്ട് ഒരു സ്കോളർഷിപ്പ് ഏതൊക്കെ കോഴ്സുകൾക്ക് കിട്ടും എന്നുള്ളതിന് ഒരു സിംഗിൾ പ്ലാറ്റ്ഫോം ഉണ്ട് എന്ന് പറഞ്ഞാൽ scholarships.gov.in, നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ NSPയുടെ കീഴിൽ scholarships.gov.in എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ വിവിധ സ്കോളർഷിപ്പുകളും അതിനുവേണ്ട എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയും. മെറിറ്റ് കം മെയിൻ സ്കോളർഷിപ്പ്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഒക്കെയാണ് കുറച്ചും കൂടെ വൈഡായിട്ട്, ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പ് പോലുള്ള സ്കോളർഷിപ്പുകളൊക്കെ നമുക്ക് ജനറൽ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്കോളർഷിപ്പുകൾ. താങ്ക് യു മാം. ഓക്കെ, ഇനി ആർക്കെങ്കിലും വേറെ ജനറൽ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കൂടി മാമിനോട് ചോദിക്കാട്ടോ. ചാറ്റ് ബോക്സിൽ എന്തൊക്കെ വരുന്നത് നിങ്ങൾ നേരിട്ട് ചോദിച്ചോളൂ. ചാറ്റ് ബോക്സിനേക്കാൾ നല്ല അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാലോ. ഹലോ, 10 മിനിറ്റും കൂടെ ഉണ്ട് സമയം, ചോദിച്ചോളൂ. ഓക്കെ. അടുത്ത 5 വർഷത്തിന് ശേഷം ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? അല്ലാത്തൊരു ഇന്റർപ്രിട്ടേഷൻ ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോണത് എന്ന് പറഞ്ഞാൽ അടുത്ത 5 വർഷത്തിന് ശേഷം നമ്മളിപ്പം കേൾക്കുന്നത് പ്രകാരം ഇവിടെ AI അല്ലാതെ ആരുമില്ല എന്നുള്ളൊരു അതൊരു റൂമറായിട്ടാണ് ഞാൻ അതിനെ എടുക്കുന്നുള്ളൂ. നമ്മൾ അതാത് സമയങ്ങൾക്കനുസരിച്ചുള്ള അപ്ഡേഷൻ നമ്മൾ ചെയ്യുന്ന ഏത് ഫീൽഡിൽ വരുത്തി കഴിഞ്ഞാലും അടുത്ത 5 അല്ല 10 വർഷം കഴിഞ്ഞാലും ഇതിനൊക്കെയുള്ള സ്കോപ്പുകൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അത് വേണമെങ്കിൽ നമ്മൾ സ്കോപ്പ് മാത്രം അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ ആരെങ്കിലും പറഞ്ഞ് ആ രീതികളിലല്ല. എനിക്ക് ഏറ്റവും നല്ല രീതികളിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ 5 അല്ല 10 വർഷം കഴിഞ്ഞാലും ആ സമയത്തേക്കുള്ള അപ്ഡേഷൻ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ കോഴ്സ് ജോലി ഉണ്ടാവും, സാധ്യതകൾ ഉണ്ടാവും. അങ്ങനെയാണ് നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. അല്ലാതെ 5 വർഷം കഴിഞ്ഞാൽ ഇതെല്ലാം ഇവിടെ എല്ലാം മാഞ്ഞിട്ട് ഇവിടെ AI മാത്രം എന്ന് പറഞ്ഞാൽ റോബോട്ട് മാത്രം ഒരു സാധനമേ ഉള്ളൂ എന്നുള്ള രീതികളിലല്ല. നമുക്ക് പറ്റുന്ന കോഴ്സ് ഏരിയകൾ ഏതാണോ ആ ഏരിയകളിൽ ഒരു കോഴ്സ് സെലക്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാലത്തും ആ ഏരിയകളിൽ അവിടുത്തെ ബെസ്റ്റ് പെർഫോമർ നമ്മളായിരിക്കും. അവരെ ആവശ്യം ഉണ്ടാവും കാലാകാലത്ത്. ഓക്കെ. ഹലോ, ഈ സിജിയുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ കുറിച്ച് ചോദിക്കാനായിരുന്നു. ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ശേഷം നിങ്ങൾ കുട്ടിയെ വിലയിരുത്തിയിട്ട് പിന്നെ ഒരു പാരന്റിനായിട്ട് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ വെക്കാറല്ലേ ചെയ്യാറ്? യെസ്. ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ നിങ്ങളുടെ ഇവാലുവേഷനും ഈ പാരന്റിനായിട്ടുള്ള ഇന്ററാക്ഷന് ശേഷമുള്ള ഒരു വിശദമായ റിപ്പോർട്ട്, ഒരു ഡോക്യുമെന്റ് ആക്കി പാരന്റ്സിന് കൊടുക്കാൻ പറ്റുമോ? കാരണം ഞാൻ എൻ്റെ ഒരു കുട്ടിക്ക് ഇങ്ങനെ
ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എടുത്ത് നമുക്കെല്ലാം ഫീഡ്ബാക്ക് ഒക്കെ കിട്ടി. പക്ഷെ അതിപ്പോൾ എന്താണ് എന്നോട് ഇപ്പോൾ ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അതൊരു സെഷനായിട്ട് കഴിഞ്ഞു. അന്ന് എന്താണ് പറഞ്ഞ പോയിന്റ്സ് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും നിങ്ങൾ ആൾറെഡി അതിൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞതാണ്, നിങ്ങൾ അനലൈസ് ഒക്കെ ചെയ്താണ്. അതൊരു ഡോക്യുമെന്റും കൂടെ ആക്കി തരികയാണെങ്കിൽ നമുക്കത് ഏത് കാലത്ത് ഉപയോഗിക്കാവുന്ന രീതിയിലാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, ഒരു സജഷൻ ആയിട്ട്. അത് നമ്മൾ ശരിക്കും അതെ സജഷനായിട്ട് എടുക്കാന്ന് പറഞ്ഞാൽ അത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പേജിൽ കയറി കഴിഞ്ഞാൽ കുട്ടിയുടെ താഴെ കൗൺസിലർ സജഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൗൺസിലർ ആ സാധനം എൻട്രി ചെയ്യണം. ചിലപ്പം ഏതെങ്കിലും തിരക്കുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സാറിന് ആ കൗൺസിലറെ വിളിച്ച് ഈ ടെസ്റ്റ് ഒക്കെ കൊടുത്ത് ആ റിപ്പോർട്ട് ഒന്നും കൂടെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ 10th നടത്തിയ കുട്ടിയാണെങ്കിൽ 11th അല്ല 12th വേണമെങ്കിൽ ഒന്നും കൂടെ നടത്താനുള്ള അവസരങ്ങളും ഒക്കെ വേണമെങ്കിൽ സാറിന് ഒന്ന് എടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, അത് കുറച്ചും കൂടെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ട് ചെയ്യുകയാണെങ്കിലേ. അപ്പൊ സൈറ്റിൽ നിങ്ങൾ സാറിന്റെ മോന്റെ കൗൺസിലിംഗ് ടെസ്റ്റ് എപ്പോഴായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ? ഒരു 2 years ബാക്ക് ആണോ? ഓക്കെ. ആരെ കൗൺസിലിംഗ് ആരായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നേ? അത് എനിക്ക് തോന്നുന്നു അൻവർ സാർ ആയിരുന്നു തോന്നുന്നു. നല്ല സെഷൻ ആയിരുന്നു. ഐ റിയലി അതെ അപ്രീഷിയേറ്റ്. അതെ 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 ഞാനായിരുന്നു. അതെ അൻവർ, ഞാൻ അവര് നമ്മള് കുറച്ച് പേരുണ്ട്, ഒരു പൂളുണ്ട്, അവരൊക്കെ ആയിരിക്കും. പക്ഷെ സാറിന്റെ ഇതാണെങ്കിൽ കുട്ടിയുടെ താഴെ നമ്മൾ കൗൺസിലർ സജഷൻ എന്ന് പറഞ്ഞാൽ ആ ലിങ്ക് സാറിന്റെ കയ്യിൽ, ആപ്ലിക്കേഷൻ ID കുട്ടിയുടെ കയ്യിൽ, സാറിന്റെ കയ്യിൽ ഉണ്ടാവും. ആ ഇമെയിൽ ID അത് വെച്ചൊന്ന് കയറി നോക്കി അതിന്റെ താഴെ ഉണ്ടാവും. അല്ലെങ്കിൽ സാറിനുമായിട്ടൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് ആ ഒരു ഒന്നും കൂടെ ഒന്ന് സജഷൻസ് ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ സാറിന് പറഞ്ഞുതരാൻ പറ്റും. അത് പക്ഷെ നമ്മളെ കീഴിൽ അത് ഉണ്ടാവും. ഇത് ഇനിയും കുറച്ചും കൂടെ ഇതായിട്ട് തന്നെ നമ്മൾ ഇതായിക്ക് വരും. കോർഡിനേറ്റർ ആ കാര്യം ശ്രദ്ധിക്കുകയും ചെയ്യും. ഓക്കെ സർ. ഓക്കെ, ശരി, താങ്ക്സ്. എന്താണ് ഫാത്തിമ ചോദിച്ചത്? ചോദിക്കൂ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉണ്ടോ? ചാറ്റ് ബോക്സിൽ കുറച്ച് കാണുന്നുണ്ട്, കുറെ ഉള്ളത് കൊണ്ട് നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റുന്നത്. മൈക്ക് ഓൺ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ചെയ്യാം. ഫാത്തിമ, ബിഫാമിനെ പറ്റി പറയാൻ. മാം എന്താ പറയണ്ടേ ബിഫാമിനെ പറ്റി? ഫാത്തിമ ചോദിക്കൂ. ഫാത്തിമക്ക് എന്താ ബിഫാമിനെ പറ്റി അറിയണ്ടേ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചാൽ നന്നായിരിക്കും. ഹലോ, എന്താണ് ബിഫാമിനെ പറ്റി എന്താ പറയണ്ടേ? ബിഫാം ജനറൽ ആയിട്ട് ബിഫാമിനെ പറ്റി ഒരു ക്ലാസ് എടുക്കാനാണോ? അഡ്മിഷൻ ആണോ നമ്മൾ ഇത്ര നേരം പറഞ്ഞ ഫാത്തിമ. കെമിസ്ട്രി, ഫിസിക്സ് ഉൾപ്പെടുന്ന ഫാർമസി ടെസ്റ്റ് കീം അപ്ലൈ ചെയ്യുമ്പോൾ ഫാർമസി ടെസ്റ്റിന് വേണ്ടി ക്ലിക്ക് ചെയ്യാം. കെമിസ്ട്രിയും ഫിസിക്സും നല്ല രീതികളിൽ പഠിച്ച് ടൈമൊക്കെ സെറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് പഠിക്കുക. പോയിട്ട് പരീക്ഷ എഴുതാം. ആദ്യത്തെ 1000ന്റെ ഉള്ളിൽ റാങ്ക് വന്നു കഴിഞ്ഞാൽ നിനക്ക് 5 ഗവൺമെന്റ് ഫാർമസി കോളേജിൽ വളരെ ഫീസ് കുറഞ്ഞ് പഠിക്കാം. അതിന് കൂടുതൽ റാങ്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഫാർമസി കോളേജുകൾ, പ്രൈവറ്റ് ഫാർമസി കോളേജുകൾ 10-60ഓളം പ്രൈവറ്റ് ഫാർമസി കോളേജുകളുണ്ട്. അത്യാവശ്യം കുറച്ച് കൂടുതൽ ഫീസ് കൊടുത്തിട്ട് ഒരു 1,30,000 40,000 രൂപ ഒരു വർഷത്തേക്ക് ഹോസ്റ്റലും ഫുഡും വേറെ, അങ്ങനെ 4 വർഷം കൊടുത്തിട്ട് പഠിക്കാം. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫാർമസിയിൽ എംഫാമിൽ സ്പെഷ്യലൈസേഷനോ അതിനുശേഷം ഫാർമസിക്ക് ശേഷം 3 വർഷത്തെ ഫാം ഡിയോ എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ എംഫാമിൽ സ്പെഷ്യലൈസേഷനൊക്കെ ചെയ്ത് നല്ലതായിരിക്കും. നല്ല രീതികളിൽ ഫാർമസി ഫീൽഡുകളിലുള്ള ജോലികൾ ഇന്ത്യക്ക് പുറത്തും ഒക്കെ പരീക്ഷകളൊക്കെ എഴുതിയിട്ട് പോകാനുള്ള അവസരങ്ങളും കൂടെ ഉണ്ടാവും. ഓക്കെ, ഇതിനകത്ത് പറഞ്ഞു ബിഫാമിന്റെ സ്കോപ്പുമായി അഡ്മിഷനുമായി എല്ലാം ഇപ്പൊ ഞാൻ പറഞ്ഞു. സനിയ ആൻഡ് ഫാത്തിമ. അസ്സലാമലൈക്കും മാം. മാം ഞാൻ ജോയിൻ കുറച്ച് ഇതിന്റെ നമുക്ക് റെക്കോർഡിംഗ് കിട്ടുമോ മാം? റെക്കോർഡിംഗ് ഉണ്ടാവും. 2 ഡേയ്സിനുള്ളിൽ യൂട്യൂബിൽ സിജിയുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. പിന്നെ മാമ കീമിന് നമ്മളെ പിന്നെ MBBS മാത്രം ഫോക്കസ് ചെയ്യുമ്പോഴേ അതിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിപ്പം മെഡിസിൻ മാത്രമുള്ളവർക്ക് അത് മാത്രം ഓപ്റ്റ് ചെയ്താൽ മതി? അത് അതിന്റെ കാറ്റഗറി ആയിട്ട് വരുന്ന ഹോമിയോപ്പതി ഇതല്ലാതെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ടോ? അങ്ങനെയില്ല. മെഡിസിൻ മാത്രം വേണ്ട കുട്ടികൾക്ക് ഹോമിയോപ്പതി, MBBS, BDS വേറെ ഉണ്ടാവില്ല. മെഡിക്കൽ ആൻഡ് അലൈഡ് ഉണ്ടാവുള്ളൂ. അത് മാത്രം ചെയ്താൽ മതി.
കൊടുത്താൽ മതിയല്ലേ. പിന്നെ ഇപ്പം നമുക്ക് ഡോക്യുമെന്റ് നമുക്കിപ്പം പ്രത്യേകിച്ച് ഈ നേറ്റിവിറ്റി ഒക്കെ കിട്ടാൻ വൈകുന്നത് കൊണ്ട് അത് പിന്നെ ഇപ്പം ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനോടൊപ്പം കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ അല്ലേ? ഇപ്പൊ ഫെബ്രുവരി എങ്ങാണ്ട് 7-ാം തീയതിക്ക് മുമ്പേ. 7-ാം തീയതിക്ക് മുമ്പേ. ഓക്കെ, താങ്ക് യു മാം. സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ്സിന് വ്യത്യാസം ഉണ്ടാവും? ഇല്ല, എന്ത് വ്യത്യാസം എന്നാ ചോദിക്കണേ ഇയാള്? നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ടല്ലോ ഫോർമാറ്റ്, പ്രോസ്പെക്ടസിലുണ്ട് EWSന്റെ ഫോർമാറ്റ്, അത് വെച്ചിട്ട് ചെയ്താൽ മതി. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ cigicareer.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറുക. എന്നിട്ട് അതിനകത്ത് CDAT എന്ന് പറയുന്ന ലിങ്ക് ഉണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് രജിസ്റ്റർ ചെയ്യാം. മാം ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി, ചാറ്റ് ബോക്സിലുണ്ട് ലിങ്ക്. ഫുഡ് ടെക്നോളജി ഒരു 7,000 എബോവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റ് കോളേജുകളിലാണ് ഉള്ള ഫുഡ് ടെക്നോളജിക്ക് തന്നെ കിട്ടും, ചെയ്യാം. ഓക്കെ ഓക്കെ, മോനെ വൈൻഡപ്പ് ചെയ്യാലോ അല്ലെ? കഴിഞ്ഞിട്ടുണ്ടാവും. അതെ അതെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഈ വയ്യാതെ ആളുകൾ ഇരിക്കുന്നുണ്ട്, പക്ഷെ എല്ലാവർക്കും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട്? ഇനിയൊന്നും ഇല്ലല്ലോ, ഉണ്ടെങ്കിൽ ചോദിക്കാവുന്ന കേട്ടോ. ആരും പൈലറ്റ് ട്രെയിനിങ് സ്കോളർഷിപ്പ് ഉണ്ടാകുമോ? പൈലറ്റ് ട്രെയിനിങ്ങിന് സ്കോളർഷിപ്പ് ഉണ്ടാവില്ല, ബാങ്ക് ലോൺ കിട്ടും. NDA വഴി പോയാൽ സ്കോളർഷിപ്പിന്റെ ആവശ്യമൊന്നും ഇല്ലാതെ നമുക്ക് എന്താ പറയാ ഫ്രീ ആയിട്ട് പഠിക്കാം. പിന്നെ രാജീവ് ഗാന്ധി ഉറാൻ അക്കാഡമി റായ്ബറേലിയിലും, ഇന്ദിരാഗാന്ധി അക്കാഡമി റായ്ബറേലിയിലും, രാജീവ് ഗാന്ധി അക്കാഡമി ഏവിയേഷൻ അക്കാഡമി തിരുവനന്തപുരത്തൊക്കെ പഠിച്ചു കഴിയുമ്പം 1 CRന് അടുത്ത് വരുന്ന ഒരു ഇതിന് കംപ്ലീറ്റ് സ്കോളർഷിപ്പ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അത് അംഗീകരിച്ച സ്ഥാപനങ്ങളായതുകൊണ്ട് ഒരു പാർട്ട് പേയ്മെന്റ് ചെറിയൊരു ഇതൊക്കെ സ്കോളർഷിപ്പ് ആയിട്ട് കിട്ടും. സ്കോളർഷിപ്പ് എന്തായാലും നിങ്ങൾക്ക് അതിനൊരു വലിയൊരു ഹെൽപ്പ് ഒന്നും ആവില്ല, കാരണം അത്രയും ഫീസ് വരുന്ന ഒരു കോഴ്സ് ആയതുകൊണ്ട്. ഓക്കെ, എഞ്ചിനീയറിംഗിന് ഗവൺമെന്റ് കോളേജിൽ കിട്ടാൻ ഏത് റാങ്കിന്റെ ഉള്ളിൽ വരണം? ഗവൺമെന്റ് കോളേജുകളിൽ 10-35ഓളം കോഴ്സുകൾ ഉണ്ട്. നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത് ആ കോഴ്സിനനുസരിച്ചിട്ടാണ് റാങ്ക് നിശ്ചയിക്കുന്നത്. കമ്പ്യൂട്ടർ സയൻസ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കിട്ടാൻ ഒരു 4000-നുള്ളിലെങ്കിലും റാങ്ക് വേണ്ടി വരും. അതേ സ്ഥാനത്ത് അതൊരു വേറെ ഏതെങ്കിലും കോഴ്സുകളായി മാറിയാൽ 10,000-നോ 12,000-നോ ഉള്ളിൽ കിട്ടും. അപ്പൊ നമ്മളുടെ കോഴ്സിനനുസരിച്ചിട്ട് റാങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ മാറും. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി BRക്കിന് നാറ്റ കീം രണ്ടും എഴുതണം, അങ്ങനെയാണോ? കീം എഴുതണ്ട, നാറ്റ എഴുതണം, കീം അപേക്ഷിക്കണം. എന്നിട്ട് നാറ്റയുടെ സ്കോറും +2ന്റെ മാർക്കും കൂടെ എൻ്റർ ചെയ്ത് കീമിൽ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ലേറ്ററിൽ പിന്നീട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ അതിനെ നോർമലൈസ് ചെയ്തിട്ട് കീം ഒരു റാങ്ക് ഇടും. അതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ കീമിനെ അപേക്ഷിക്കുന്നത്, റാങ്കിങ് പ്രോസസ്സിന് വേണ്ടി. ഓക്കെ, താങ്ക് യു. Wish you all the best. Thank you, ma'am.